മായി തന്നെ പറയാൻ ബഹുമാന്യരായ മൻസൂർ ഫൈസി മണ്ണാർക്കാടിന് അല്ലാഹു തആല എല്ലാവിധ ഖൈറിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വാതിലുകൾ അദ്ദേഹത്തിനും ഭാര്യക്കും മക്കൾക്കും 3 പെൺകുട്ടികളാണ്. അല്ലാഹു തആല തുറന്നു കൊടുക്കട്ടെ. നിങ്ങൾ മനസ്സറിഞ്ഞ് ആമീൻ പറയണം. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ഗുരുവര്യർക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അല്ലാഹു തആല ക്ഷേമ ഐശ്വര്യങ്ങൾ ചൊരിയട്ടെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഒരു കാലത്ത് ട്രെയിനിൽ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രയാസവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ സങ്കടകരമായ യാത്രകൾ കാണാറുണ്ട്. ഈ കഴിഞ്ഞ ഇവിടെ ജീവിച്ച കാലം മുഴുവനും ഞാനും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് കൊല്ലമായിട്ട് ഞാൻ കാഞ്ഞങ്ങാട് ഇല്ലാത്തത് കൊണ്ട് ഒരു 4 വർഷമായിട്ടുണ്ടാവും അല്ലേ ഞങ്ങൾ പരസ്പരം കാണാത്തത്. ബാക്കി എപ്പോഴും കാണുകയും പരിചയപ്പെടുകയും ബന്ധപ്പെടുകയും സ്നേഹം പുതുക്കുകയും ചെയ്യാറുള്ള മഹൽ വ്യക്തിത്വമാണ്. അല്ലാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും അല്ലാഹു സമൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ. ഈ 1.5 പതിറ്റാണ്ട് കാലം അദ്ദേഹത്തെ സന്തോഷപൂർവ്വം നെഞ്ചേറ്റിയ നാട്ടുകാരായ നിങ്ങൾ നന്മ അർഹിക്കുന്നവരാണ്. ഒരു വർഷത്തിൽ 2-3 ഉസ്താദന്മാർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ തന്നെ ധാരാളമുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മുടക്കമുള്ളതുകൊണ്ട് തിരിയാണ്ടായി പോകുന്നുണ്ടോ? ഓപ്പറേറ്റർ ഇതിൻ്റെ ഈ ഹോളായത് കൊണ്ടൊരു പ്രശ്നമുണ്ട്. ഒരു കൊല്ലത്തിൽ തന്നെ 2-3 ആളുകൾ ജോലി ചെയ്യുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. വളരെ സന്തോഷത്തോടെ ഞാൻ തന്നെ പലപ്പോഴും ഇവിടെ കളിച്ചാണ്ടക്കത്തെ കമ്മിറ്റിക്കാർ ഇടക്കിടക്ക് എന്നെ കാണാൻ വരും. കൊല്ലത്തിലല്ല. അപ്പം വന്നിട്ടിങ്ങനെ ഉസ്താദ് വേണം, പിന്നെ ഞങ്ങളുടെ ഏരിയ ഒരു മിക്സ്ഡ് ഏരിയയാണ്, ക്രൈസ്തവ ഹൈന്ദവ സമൂഹമുള്ള. അപ്പോൾ ഒരു സാംസ്കാരിക പ്രഭാഷണത്തിനൊക്കെ പറ്റുന്ന ആളുകൾ വേണമെന്ന് വന്നിട്ട് ജോലി അന്വേഷിക്കാറുണ്ട് പലപ്പോഴും. അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് കാലം നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് ദുഃഖങ്ങളിൽ സന്തോഷങ്ങളിൽ സജീവമായി ഭാഗവാക്കായി നിങ്ങളിൽ ഒരുവരായി അദ്ദേഹം ജോലി ചെയ്തു. അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ നിന്നു. അതുകൊണ്ട് നാട്ടിലെ എല്ലാ മോമിനിങ്ങൾക്കും മുസാനാജിയെ പോലെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ കമ്മിറ്റിയുടെ ഭാരവാഹികളായി പ്രവർത്തിച്ചവരടക്കം അദ്ദേഹത്തോടൊപ്പം ജീവിച്ചവരിൽ പലരും, പല ആണുങ്ങളും പല പെണ്ണുങ്ങളും മരിച്ചു പോയിട്ടുണ്ടാവും. അല്ലാഹു തആല ഈ നാട്ടിലെ ഈ കാലിച്ചാനടുക്കത്ത് ആദ്യമായിട്ട് വീട് വെച്ച് താമസിച്ച വീട്ടുകാരൻ മുതൽ ഇവിടെ കച്ചവടം ചെയ്ത കച്ചവടക്കാരൻ മുതൽ ഇവിടെ ഇതുവരെയും ഈ നാടുമായി ബന്ധപ്പെട്ട് ജീവിച്ച എല്ലാ മോമിനിങ്ങൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. പ്രവാസികളായ ധാരാളം ആളുകൾ ഇപ്പം എന്നെ അഷ്റഫ് വിളിച്ചപ്പോൾ അവൻ്റെ ആ സ്നേഹപൂർണമായ വിളി, അതിൻ്റെ കൂടെ ഗൾഫിൽ നിന്ന് ഷംസു കലുരാവിയും വിളിച്ചു. ഞാൻ ഈ റമദാനിൽ ഇങ്ങനെ ഈ പകൽ പ്രഭാഷണങ്ങളിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് പോകാറ്. അപ്പോൾ മൻസൂർ ഫൈസിക്കുള്ള യാത്ര പോയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അദ്ദേഹമായിട്ടുള്ള ബന്ധം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ ഏറ്റു. അപ്പോൾ നാട്ടുകാർ അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് യാത്രയക്കുന്നതിൽ വലിയ സങ്കടത്തിലാണ്. ആർക്കും അദ്ദേഹം പോകണമെന്ന ആഗ്രഹമില്ല. കഴിഞ്ഞ കൊല്ലം പോകാൻ ശ്രമിച്ചു, 1 കൊല്ലം ഇവിടെ തുടർന്നു. ഇപ്പോഴും അദ്ദേഹത്തോട് 1 കൊല്ലം കൂടി ഉസ്താദ് തുടരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെതായ ചില സ്വകാര്യ സങ്കടങ്ങളുണ്ട്. ആ സ്വകാര്യ സങ്കടങ്ങൾ കൊണ്ടാണ്, അല്ലാണ്ട് നാട്ടുകാരോടുള്ള വെറുപ്പ് കൊണ്ടോ പ്രയാസം കൊണ്ടോ അദ്ദേഹം യാത്ര പോവുകയല്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വകാര്യ പ്രയാസങ്ങളെയും അല്ലാഹു തആല പരിഹരിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് ഈ സദസ്സിൽ വെച്ചിട്ട് ദുആ ചെയ്യാം. നമ്മളെപ്പോഴും ഇൻഷാ അല്ലാഹ് ഇൽമുമായും ആലിമീങ്ങളുമായും പള്ളിയുമായും മദ്രസയുമായും ദീനുമായും ഒന്നിച്ചു നിൽക്കുന്ന, ബന്ധിച്ചു നിൽക്കുന്ന ഒരു മനസ്സ് ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഈ സമയത്ത് ഒരു ഉസ്താദിനെ യാത്രയാക്കുന്ന ഈ വേളയിൽ നാം ഉണ്ടാക്കിയെടുക്കണം. ഇന്നിപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ റമദാൻ കഴിയലോടുകൂടി ഉസ്താദ് വിട്ടുപോയാലും എല്ലാ സമയത്തും നമുക്ക് ഇൽമിൻ്റെ അഹലുകാരുമായി, പ്രത്യേകിച്ച് മൻസൂർ ഉസ്താദുമായി നമ്മുടെ കൽബിൽ ഒരു ബന്ധമുണ്ടാകണം. കാരണം അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ഈമാനും നമ്മുടെ ഉള്ളിലുള്ള തഖ്വയും വളർന്ന് വളർന്ന് നമ്മളൊന്ന് നന്നാവുക. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ട് തൊട്ട് ശേഷം പറയുന്നത് വകൂനൂ മഅസ്വാദിഖീൻ എന്നാണ്. നിങ്ങൾ തഖ്വയുള്ളവരാകണം, ഒപ്പം നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ കൂടി ജീവിക്കണം. നമ്മൾ നന്നാകണമെങ്കിൽ എപ്പോഴും ഒരു മഹലിൽ നിൽക്കുമ്പോൾ, ചില മഹലുകളിലൊക്കെ കാണാൻ കഴിയും, പള്ളിയോ മദ്രസയോ അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദോടോ സദർ ഉസ്താദോടോ മുഅല്ലിമീങ്ങളോടോ ഒന്നൊരു ബന്ധമില്ലാത്ത, പള്ളി മദ്രസയിലെ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കാത്ത, വരിസംഖ്യ കൊടുക്കാറുണ്ടാകും, എപ്പോഴെങ്കിലും മാത്രം പള്ളിയിൽ വരുന്ന
പള്ളിയിലെ ഉസ്താദ് ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഉസ്താദെ, ഞാൻ അങ്ങോട്ട് പോകലില്ല എന്ന് പറയുന്ന ചിലർ അഭിമാനത്തോടെ പറയും, ഞാനായി, എൻ്റെ ജോലിയായി, എൻ്റെ പൊരയായി. ഇത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ നിഷ്കളങ്കനല്ലേ, സന്തോഷം, ഓനൊന്നിലും ഇടപെടലില്ല, ഓൻ നല്ല മനുഷ്യനാണെന്ന് ചിന്തിക്കും. അങ്ങനെ ആകരുത്. നമ്മളെപ്പോഴും ഒരു മഹലിൽ നിൽക്കുമ്പോൾ ആ മഹലിലുള്ള പള്ളി, മദ്രസ, പള്ളിയിലെ ഖത്തീബ് ഉസ്താദ്, മുഅദ്ദിൻ ഉസ്താദ്, സദർ ഉസ്താദ്, മുഅല്ലിമീങ്ങൾ, പള്ളിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, മെമ്പർമാർ, പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹിക സേവനങ്ങൾ എല്ലാറ്റിലും നമ്മൾ ഉണ്ടാകണം. ചില ആളുകളുണ്ട് പള്ളിയുടെ ഭാരവാഹികളായാൽ പള്ളിയിലുണ്ടാവും, ഭാരവാഹികൾ അല്ലെങ്കിൽ പിന്നെ പള്ളി മദ്രസയുടെ ശത്രുക്കളാകും. ശരിക്കും കേൾക്കണേ, ഞാൻ പറയുന്നത് ശരിക്കും കേൾക്കണം. പള്ളിയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാൻജിയോ മെമ്പറോ ആണെങ്കിൽ പള്ളിയിലുണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ആ ഭാരവാഹിത്വത്തിൽ നിന്ന് താനേ ഒഴിഞ്ഞു പോയി പിന്നെ പള്ളിയിലുണ്ടാവില്ല, മദ്രസയിലുണ്ടാവില്ല, പള്ളി മദ്രസയുടെ ശത്രുക്കളായിത്തീരും. ഒരിക്കലും. ഇപ്പോൾ ഞാനൊരു മഹലിൽ നിന്ന് വരികയാണ്, ഞാൻ 2 മഹലിലുണ്ട്. എൻ്റെ സ്വന്തം നാട്ടിലല്ല വീട് വെച്ച് താമസിക്കുന്നത്. പലപ്പോഴും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ പള്ളിയുടെ പ്രസിഡന്റുമാരാകും, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ. ഇപ്പം എൻ്റെക്കാൾ പ്രായം കുറഞ്ഞ ആളാണ് എൻ്റെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ്. ഉസ്താദ് എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ പേരോ അല്ലെങ്കിൽ നിസാർ അസദി എന്ന പേര് വിളിക്കൂല. കാരണം നാട്ടിലെ ഉസ്താദാണ്. പള്ളിയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാൻജി, ഇപ്പോൾ എൻ്റെ പള്ളിയിലെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ എന്നെക്കാൾ പ്രായം കുറഞ്ഞവരാണ്. എന്നാലും അവരെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പരിഗണിക്കണം, ബഹുമാനിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള നന്മ വർദ്ധിച്ചു വരിക. കാരണം നമ്മൾ ഒരിക്കലും കുഴിയാനകളെ പോലെ പിറകോട്ട് പോകരുത്. നമ്മുടെ ഉള്ളിലുള്ള മരവിപ്പ് നീങ്ങണം. ശരിക്കും മനസ്സിലാക്കണം, പ്രായപൂർത്തി എത്തിയത് മുതൽ ഇങ്ങോട്ട് നമ്മൾ ഇടപെടൽ മേഖലകളിൽ നിന്ന്, നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ കറുത്ത പുള്ളികൾ ഇങ്ങനെ കയറി വരും. ഒരു കളവ് പറയുമ്പോൾ, ഏതെങ്കിലും ഒരു വിഷയത്തിന് എന്തെങ്കിലും എതിരായിട്ട് നിൽക്കുമ്പോൾ, എന്തെങ്കിലും ഒരു തോന്നിവാസങ്ങളിൽ അറിയാതെ നമ്മൾ ബന്ധപ്പെട്ടു പോകുമ്പോൾ, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ കറുത്ത പുള്ളികൾ വീഴും. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, ചെയ്യുന്ന ദോഷങ്ങൾക്കനുസരിച്ച് നമ്മുടെ കൽബിൽ കറുത്ത പുള്ളികൾ വീഴും. വീണ് നമ്മളിങ്ങനെ മരവിച്ച് അതിൻ്റെ ഇടയിലാണ് റമളാൻ വരുന്നത്, അതിൻ്റെ ഇടയിലാണ് ഹജ്ജ് പെരുന്നാൾ വരുന്നത്, അതിൻ്റെ ഇടയിലാണ് വഖത്തിലുള്ള നിസ്കാരങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഈ നിസ്കാരങ്ങളൊന്നും അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാതെ നിസ്കരിക്കുന്ന ഒരവസ്ഥ വരുന്നത് കൊണ്ട് റമളാനോടുള്ള പ്രതിബദ്ധത വേണ്ട പോലെ പരിഗണിക്കാതെ നോമ്പ് നിൽക്കുന്നവരായതുകൊണ്ട് നോമ്പുണ്ടാകും, ഗീബത്ത് പറയും, നമീമത്ത് പറയും, പാരവെക്കും, ദോഷങ്ങൾ ചെയ്യും. ഇങ്ങനെയൊക്കെ ഒരു നന്മയും വേണ്ട രീതിയിൽ ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ കൽബിൻ്റെ മരവിപ്പ് കൂടിക്കൂടി വരികയാണ്. കൽബിന്റെ മരവിപ്പ് കൂടിക്കൂടി വരികയാണ്. ഇപ്പൊ ഈ റമളാന്റെ അവസാനത്തെ 10, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുവേ നരകത്തെ തൊട്ട് ഞങ്ങളെ നീ മോചിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ ആ ഭയാനകമായ, ഭീകരമായ, ഭീതിതമായ നരകം നമ്മുടെ കൽബിൽ വരുന്നേയില്ല. എങ്ങനെയെങ്കിലും റമളാൻ ഒന്ന് തീർന്നു കിട്ടണമെന്നാ പലരും ചിന്തിക്കുന്നേ. അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് പറയുമ്പോൾ, സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കണമെന്ന് പറയുമ്പോൾ ആ സുഖദായകമായ, മനോഹരമായ, കണ്ടിട്ടു മതിയാകാത്ത ദൃശ്യങ്ങളുള്ള, ദൃശ്യവിസ്മയങ്ങൾ കൊണ്ട് ധന്യമായ സ്വർഗം കൽബിൽ വരുന്നേയില്ല. ആഗ്രഹമില്ല, നരകത്തെ പേടിയില്ല, സ്വർഗത്തോട് താല്പര്യമില്ല. കാരണം ഉള്ളു മരവിച്ചു പോവുകയാണ്. ഒന്നാം ക്ലാസ്സിലെ ഒന്നാമത്തെ ബെഞ്ചിലിരുന്ന് ഉസ്താദിന്റെ അടുക്കൽ നിന്ന് അല്ലാ എന്ന് കേൾക്കുമ്പോൾ ആ അള്ളാഹുവോടുണ്ടായിരുന്ന ഭക്തി, 1-ാം ക്ലാസ്സിലെ ഉസ്താദിൽ നിന്ന് മുത്ത് റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുണ്ടായിരുന്ന ആത്മബന്ധം ഇപ്പോഴുണ്ടോ? നിങ്ങളോട് ചോദിക്കുന്നേ, ഇപ്പൊ നമ്മളുണ്ടോ? വർഷങ്ങൾ ഇങ്ങനെ കൂടുന്നു, നമ്മൾ ഓരോരുത്തരും ഖബറിലേക്ക് അടുക്കുന്നു. ഉള്ളിലുണ്ടാകേണ്ട ആത്മീയ ബന്ധങ്ങൾക്കെല്ലാം അപജയങ്ങൾ സംഭവിക്കുന്നു. എല്ലാവരോടും പറഞ്ഞു, എന്നോട് നിങ്ങളോട് സംഭവിക്കുന്നു. ഇതിന് മാറ്റം വരാൻ ഏറ്റവും നല്ലൊരു പണിയാണ് അള്ളാഹു പൊരുത്തപ്പെട്ട. ഇന്നിപ്പോ ആ ഔലിയാക്കന്മാരെ കിട്ടൂലല്ലോ, അള്ളാഹു പൊരുത്തപ്പെട്ട പള്ളിയിലെ ഉസ്താദുമാരോട്
മദ്രസയിലെ ഉസ്താദന്മാരോട്, നാട്ടിലെ സ്വാലിഹീങ്ങളോട് എപ്പോ അവരിലേക്ക് ചേർന്ന് നിന്ന് അവരോടുള്ള സുഹൃബന്ധങ്ങൾ പുതുക്കി. ഇപ്പൊ നല്ല സുഖാണല്ലോ, മൊബൈൽ ഉണ്ടല്ലോ, ഇടയ്ക്കിടെ സംസാരിച്ച് ഹൈറായ ഉപദേശങ്ങൾ തേടി. നിങ്ങളറിയോ, ഒരു 2 മണിക്കൂർ, ഇപ്പൊ ഞാൻ അസ്രഫിനോട് ചോദിച്ചു എത്രയും മണി പ്രസംഗിക്കേണ്ടത്, അവൻ പറഞ്ഞു 1 മണിക്കൂർ. അതെ, 1 മണിക്കൂറോ 2 മണിക്കൂറോ പ്രസംഗിക്കുന്നതിനേക്കാൾ ആ മൻസൂർ ഫൈസിയുടെ അടുക്കലോ ഉസ്താദിന്റെ അടുക്കലോ കുറച്ചു നേരം പോയിട്ടിരുന്നിട്ട് ഒരു 5 മിനിറ്റ് ഉപദേശം തേടിയാലില്ലേ നമുക്കൊരു മാറ്റം വരും. ഒരാള് കടം കൊണ്ട് വല്ലാതെ വലഞ്ഞ ഒരാള്, വീട്ടാൻ യാതൊരു മാർഗമില്ല, പുരയിലിരുന്നിട്ട് ഇങ്ങനെ മാനസിക പ്രയാസമായി പള്ളിയിൽ പോയിട്ട് ഖത്തീബ് ഉസ്താദിന്റെ റൂമിൽ കയറി. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ആത്മഹത്യകൾ വല്ലാതെ വർദ്ധിക്കുമ്പോൾ, കേരളത്തിൽ തന്നെ ഇതര മതസമൂഹങ്ങളിൽ ആത്മഹത്യാ തോത് വല്ലാതെ വർദ്ധിക്കുമ്പോൾ, ഒരു കാലത്ത് ആത്മഹത്യാ മുനമ്പ് എന്ന് കേരളത്തെ കുറിച്ച് പത്രങ്ങളിൽ വന്നപ്പോ, കേരളത്തെ കുറിച്ചുള്ള സർവേയിൽ തീരെ ആത്മഹത്യ ഇല്ലാത്ത ഒരു സൊസൈറ്റി ആയിട്ട് കണ്ടത്, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കണ്ടത് നമ്മളെയാണ്, മുസ്ലിങ്ങളെയാണ്. കാരണം ഇതാണ്, സയ്യിദന്മാരുടെ അടുക്കൽ ആൽമരങ്ങൾ പോലെ, ഊഷര ഭൂമിയിലെ ആൽമരത്തണലുകൾ പോലെ പള്ളിയിലെ ഉസ്താദമാർ, സയ്യിദന്മാർ, ഒരുപാട് ആരിഫീങ്ങളുടെ മക്കാമുകൾ. ഞാനൊരു സലഫി ഇരിക്കുമ്പോ ഞാൻ ഈ വിഷയം പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല. ഒരു സലഫി ഇരിക്കുമ്പോ കൊടപ്പനക്കലെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുതൽ, അല്ലേ, കുമ്പോലിലെ സയ്യിദന്മാർ മുതൽ, ആദൂരിലെ സയ്യിദന്മാർ മുതൽ, രാമന്തളിയിലെ സയ്യിദന്മാർ മുതൽ, പനമ്പുഴക്കലെ സയ്യിദന്മാർ മുതൽ, സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും ആരിഫീങ്ങളുടെയും ഒക്കെ ചാരത്ത് പോയിട്ടിരിക്കുമ്പോൾ കോളുകൊണ്ട കടല് പോലെ കലുഷമായ മനസ്സ് പെട്ടെന്നടങ്ങാൻ, നെരിപ്പോട് പോലെ പുകയുന്ന മനസ്സ് ശാന്തമാകുകയാണ്, ആത്മഹത്യ ഇല്ലാതാകാൻ. കടം കൊണ്ട് വലഞ്ഞൊരാള് ഖത്തീബ് ഉസ്താദിന്റെ റൂമിൽ കയറി. ഉസ്താദേ, ഒരു മാർഗമില്ല, ആളുകൾ 4 ഭാഗത്ത് വിളിക്കാൻ, ജീവൻ ഒടുക്കണോന്ന്. അപ്പൊ പറയരുത്, ഈമാനില്ലാതായി പോവും. നീ എന്ത് പത്താനോടാ പറഞ്ഞേ? ഇല്ല ഉസ്താദേ, പറഞ്ഞു പോയതാണ്. ഒരു കാര്യം ചെയ്യും, എത്ര കടാണെങ്കിലും നിന്നെ പടച്ച റബ്ബില്ലേ, അവന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണുണ്ട്, ചോദിക്കേണ്ട പോലെ നീ ചോദിച്ചാ മതി, നിന്റെ കട അല്ലാഹു തആല വീട്ടി തരും. നീ ബേജാറാകണ്ട. നിന്നെ പോലെയുള്ള എത്ര കടയുള്ള മനുഷ്യന്മാരുടെ കടം കൂടി പോയിട്ടുണ്ട്, നീ ടെൻഷൻ ആകണ്ട. നീ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം ചൊല്ലിയാ മതി. സാലിബ് ഒരു മഹാനായ ഔഫ് ഇബ്നു മാലിക്കുൽ അശ്അരി എന്നൊരു സ്വഹാബിക്ക് ദാരിദ്ര്യം വന്നു, പ്രയാസം വന്നു, കഷ്ടപ്പാട് വന്നു. ഒരു മോനുണ്ടായിരുന്നു, ആ മോനെ കൊണ്ടാ ജീവിച്ചു പോയെ. മോനെ ശത്രുക്കൾ തട്ടിക്കൊണ്ടുപോയി. പ്രാരാബ്ധവും പരാധീനതയും പരീക്ഷണങ്ങളും പിടിമുറുക്കിയപ്പോ മനസ്സ് വല്ലാതെ വേദനിച്ച് റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ മുർസലീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഔഫ് ഇബ്നു മാലിക്കുൽ അശ്അരി ചെന്നപ്പോ മഹാനവറുകളോട് മുത്ത് റസൂലുള്ളാഹി ലാ ഹൗല ചൊല്ലാൻ പറഞ്ഞു. ലാ ഹൗല ചൊല്ലാൻ തുടങ്ങലോടെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയ സാലിമിനെ ശത്രുക്കൾ മോചിപ്പിച്ചു. ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയാൽ സ്വാഭാവികമായി കൊല്ലലാണ് പതിവ്, ഒരിക്കലും മോചിപ്പിക്കാറില്ല. എന്നിട്ടും ഈ ലാ ഹൗലയുടെ ബലത്തിൽ, പിതാവ് ചൊല്ലുന്ന ഹൗക്കലത്തിന്റെ ബലത്തിൽ, ലാ ഹൗലയുടെ ബലത്തിൽ ശത്രുക്കൾ മോചിപ്പിച്ചു. തീർന്നില്ല, സാലിമി ഔഫിന്റെ അടുക്കൽ ഇഷ്ടംപോലെ ഒട്ടകങ്ങൾ കൂടാൻ തുടങ്ങി. ആടുമാട് ഒട്ടകങ്ങൾ വർദ്ധിച്ചു. ഇതിനെ കെട്ടാൻ സ്ഥലമില്ലാതായി. എന്നിട്ട് വീണ്ടും മുത്ത് റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഔഫ് ഇബ്നു മാലിക്കുൽ അശ്അരി പറഞ്ഞു, നബിയേ, അങ്ങ് പറഞ്ഞിട്ട് ഞാൻ ലാ ഹൗല ചൊല്ലാൻ തുടങ്ങി, എനിക്ക് ധാരാളം സമ്പത്ത് കൂടി, എന്റെ ഒട്ടകങ്ങളെ കെട്ടിയിടാൻ സ്ഥലമില്ലാതായി. ഇനി കടക്കാരനോട് പറഞ്ഞു കൊടുത്തു. സങ്കടത്തോടെ ഖത്തീബ് ഉസ്താദിന്റെ റൂമിലേക്ക് കയറിപ്പോയ ഈ മനുഷ്യൻ സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ ഒരു മനോഹരമായ പ്രഭാതത്തെ, ഒരു പുലരിയെ മനസ്സിൽ കണ്ടിട്ട് ഖത്തീബിന്റെ റൂമിൽ ഇറങ്ങിപ്പോവാണ്. ഇതാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആലിമീങ്ങളുടെ അടുക്കലേക്ക്, സയ്യിദന്മാരുടെ അടുക്കലേക്ക്, സദർ ഉസ്താദിന്റെ അടുക്കലേക്ക്. നിങ്ങളറിയോ, ചില മഹലിൽ നിൽക്കുമ്പോൾ അവിടെയുള്ള ഹിന്ദുക്കളടക്കം ഈ കേരളത്തിൽ വർഗീയത പോലും ഇല്ലാതായത്. അപ്പൊ ഞാൻ കാഞ്ഞങ്ങാട് നിൽക്കുമ്പോൾ എന്റെ അടുക്കലേക്ക് നൂല് മന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹിന്ദുക്കൾ വരും. എനിക്ക് അസ്മാന്റെ പണി അറിയില്ല, ഒന്നും അറിയില്ല. മുട്ടന്റെ മുകളിൽ വരക്കാൻ അറിയില്ല, തേങ്ങന്റെ മുകളിൽ വരക്കാൻ അറിയില്ല, തകടിന്റെ മുകളിൽ വരക്കാൻ അറിയില്ല. മന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ വരും. പിന്നീട് കണ്ടാൽ പറയും, അത് മാറിപ്പോയി ഉസ്താദ്, രോഗം മാറിയെന്ന്. ഓരോ ഏരിയയിലുമുള്ള എല്ലാ മതസ്ഥരും ആ പള്ളിയെ, ആ മദ്രസയെ, അവിടെയുള്ള ഉസ്താദുമാരിലേക്ക് ചേർന്നു നിന്നു.
അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ, നമ്മൾ ഇൻഷാ അല്ലാഹ് മുസ്ലിമീങ്ങളായ നമ്മൾ ഇൽമിന്റെ അഹലുകാരിലേക്ക് ആലിമീങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള കറുത്ത പുള്ളികൾ ഓരോന്നൊഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞു പോകും, ഉള്ളു ശുദ്ധിയാകും. എപ്പോഴും ഈ റമദാൻ മാസത്തിന്റെ അവസാനത്തെ പത്തിൽ ഇനി മരിക്കുന്നത് വരെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാണ്, ഉള്ളു ശുദ്ധിയാക്കാനുള്ള നമ്മളെപ്പോഴും കുളിക്കും, നല്ല വൈറ്റ് ഡ്രസ് ഇടും അല്ലേ, താല്പര്യം അങ്ങനെ ആകണം. വൈറ്റ് ചെരുപ്പ്, കാസർഗോഡ് കുറച്ചും കൂടി വടക്കോട്ട് പോകുമ്പോൾ വൈറ്റ് ചെരുപ്പ്, വൈറ്റ് തുണി, വൈറ്റ് കുപ്പായം എല്ലാം വൈറ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ് നമ്മുടെ അകം. ചില ആൾ പറയലുണ്ട്, എത്ര വേണ്ടാന്ന് പറഞ്ഞാലും ഭാര്യയോട് ചൂടായി പോകും, എത്ര വേണ്ടാന്ന് പറഞ്ഞാലും ഉമ്മയോട് ദേഷ്യം പിടിച്ചു പോകും. അതിന് ഏറ്റവും വലിയ കുഴപ്പം ഉള്ളു ശാന്തായാലില്ലേ, മനസ്സിലുള്ള കറുത്ത പുള്ളി നീങ്ങിക്കിട്ടിയാലില്ലേ ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരും. ഉള്ളു ശാന്തമായാലില്ലേ ഉമ്മയോടും ബാപ്പയോടുമുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരും. മനസ്സ് ശാന്തമായാലില്ലേ ഓരോ ദിവസവും എൻജോയ് ചെയ്യാൻ കഴിയും. നമ്മളുടെ എത്ര മനുഷ്യന്മാരുണ്ട്, ഊട്ടി പോയാൽ വരെ എൻജോയ്. നമ്മുടെ ഇതിപ്പോ റാണിപുരത്തിന് അടുത്തുള്ള സ്ഥലല്ലേ, നല്ല മനോഹരമായ ഗ്രാമഭംഗിയുള്ളൊരു ഏറിയല്ലേ. ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. സ്വന്തം ഭാര്യയോടൊത്തുള്ള വെറും സെക്സ്വൽ ജീവിതമല്ല, ഭാര്യയോടൊത്തുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ മധുരം നുണയാൻ കഴിയാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. ഉമ്മ മരിച്ചതിന് ശേഷം പടച്ചോനെ ഉമ്മാനെ വേണ്ട പോലെ പരിഗണിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന എത്ര മക്കളുണ്ട്. എന്താ കാര്യം എന്നറിയോ, ഉള്ളു ക്ലിയർ അല്ല, എന്തല്ലോ ടെൻഷനും പ്രയാസവും. അത് പൈസ ഉള്ളവനുണ്ട്, പൈസ ഇല്ലാത്തവനുണ്ട്, രോഗമുള്ളവനുണ്ട്, രോഗമില്ലാത്തവനുണ്ട്. ഉള്ളു പോയാണ്. ഒരു ഹദീസ് നോക്ക്, മല്ലസിമ മിനൽ ഇസ്തിഗ്ഫാരി ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ളീഖിൻ മഖറജാ വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. നോക്കണം, റസൂലുള്ളാഹി പറയാണ്, ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചാൽ ഒന്ന് ചൊല്ലിയേ, ഇപ്പൊ നമ്മൾ ചൊല്ലുന്നൊരു ഇസ്തിഗ്ഫാറുണ്ട്, അതിന് ഇസ്തിഗ്ഫാർ എന്ന് പറയൂലെങ്കിലും അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അൻ, അത് ഇസ്തിഗ്ഫാറാണ്, മാപ്പ് ചോദിക്കാണ് അല്ലാഹുവിനോട്. അപ്പോൾ ഏതെങ്കിലും ഇസ്തിഗ്ഫാർ അല്ലെങ്കിൽ രണ്ടാമത്തെ പത്തിൽ ചൊല്ലിയേ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി, ഇതൊക്കെ ദോഷം പൊറുപ്പിക്കാനുള്ള ദുആകളാണ്. അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്ന, നമുക്കറിയാലോ, നമുക്കൊക്കെ കിട്ടുന്ന ആദ്യത്തെ തൗബ, ലോകമുണ്ടായ മുതൽ ഇന്ന് വരെയുള്ള ജീവിതകാലത്തെ ആദ്യത്തെ തൗബ ആദം നബി അലൈഹി സ്വലാമും ഹവ്വാ ബീവിയും ചൊല്ല് റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷം പൊറുപ്പിക്കാനുള്ള ഏതെങ്കിലും ദുആകൾ ഒരാൾ ജീവിതത്തിൽ നിർബന്ധമാക്കിയാൽ മല്ലസിമ മിനൽ ഇസ്തിഗ്ഫാരി ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ, അവന്റെ സങ്കടങ്ങൾ നീക്കി അവൻ അല്ലാഹു തആല സന്തോഷം നൽകുന്നതാണ്. മൂടിക്കെട്ടിയ കൽബില്ലേ, അസ്വസ്ഥമായ കൽബ്, സ്ട്രെസ്, ആങ്സൈറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന ഡിപ്രഷൻ അല്ലേ, മാനസികമായ, നാടൻ ഭാഷ പറഞ്ഞാല് ഉടുത്ത പിരാന്ത്, ഉടുക്കാത്ത പിരാന്ത്, ഉടുക്കാത്ത പിരാന്തല്ല ഉടുത്ത പിരാന്ത്, മനസ്സിലായില്ല, നാടൻ ഭാഷ പറഞ്ഞാല് ഉടുത്ത പിരാന്ത്, ഉടുക്കാത്ത പിരാന്ത്, ഉടുക്കാത്ത പിരാന്ത് ഒഴിവാക്കാം, ഉടുത്ത പിരാന്ത്. എപ്പം നോക്കിയാലും ഓളെ കുറിച്ചിട്ട് എന്തോ എന്നോട് വേണ്ട പോലെ പരിഗണന ഇല്ലാന്ന് തോന്നുന്നു. മക്കളുടെ മണ്ണം വെച്ചതിന് ശേഷം എന്തോ എന്നോട്, അത് പിന്നെ സുബ്ഹാനല്ലാഹ് അന്ന് മുതൽ തുടങ്ങും ചൂടാകാൻ. അത് എത്ര തകട് കെട്ടിയാലും ആ ചൂടാകൽ നിൽക്കൂല. ഓളെ കുറിച്ചിട്ട് സംശയം വരിക, മക്കളെ കുറിച്ചിട്ട് എന്തോ സംശയം വരിക, ഓനിക്കെന്തോ എന്നെ വേണ്ട പോലെ ഓനെന്നെ മുനാജിക്കുന്നില്ല, ഓനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ മക്കളോട് ചൂടാകാൻ തുടങ്ങുക. ഇതിൽ ഉപ്പ ഇങ്ങനെ ചൂടായി രോഗം പിടിച്ചിട്ട് മരിച്ചു പോവുക. നമ്മളാരും അങ്ങനെ മരിക്കരുത്. മക്കളോട് ചൂടാകാൻ തുടങ്ങുക. സ്റ്റേജിനെക്കാളാണ് സ്റ്റേജ് മേലുണ്ട്, എന്നെ ശ്രദ്ധിക്കണം. നമ്മളാരും ഓളോട് ചൂടായിട്ട് അറ്റാക്കായിട്ട് നമ്മളാരും മരിക്കരുത്. മക്കളോട് ചൂടായിട്ട് നമ്മളൊന്നും അങ്ങനെ മരിക്കേണ്ടവരല്ല. സന്തോഷിച്ചിട്ട് തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിലും അവസാനത്തെ സമയം വരെ തിന്നു കുടിച്ച് എൻജോയ് ചെയ്തിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും
ഇനി ഭർത്താവിന്റെ ചൂട് കേട്ടിട്ട് ടെൻഷൻ അടിച്ചിട്ട് പെണ്ണുങ്ങളും മരിക്കരുത്. ഭർത്താവിന് ഇടയ്ക്കിടയ്ക്ക് പാര വെച്ചിട്ട് അങ്ങനുണ്ട്. ആൺകുട്ടികൾ ജോലിക്ക് പോകാൻ തുടങ്ങിയാൽ അല്ലേ, ആൺകുട്ടികൾ ജോലിക്ക് പോകാൻ തുടങ്ങിയാൽ പിന്നെ ഭർത്താവിനെ വേണ്ടാതാകുക. ബന്ധിച്ചിരിക്കുന്നുണ്ട്. ആണുങ്ങൾ പണിക്ക് പോകാൻ അല്ലേ, ആൺകുട്ടികൾ ജോലിക്ക് പോകാൻ തുടങ്ങിയാൽ പിന്നെ വേണ്ടത്ര ഭർത്താവിനോട്. ഇതിന്റെ ഇടയിൽ ഓരോ വീട്ടിന്റെ ഉള്ളിലും ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാലോ, ഓരോ വീട്ടിന്റെ ഉള്ളിലുള്ള വിഷയമാണ്. ഇതിന്റെ എല്ലാം മൂല കാരണം ദോഷങ്ങളാണ്. പ്രായപൂർത്തിയെത്തിയത് മുതൽ ചെയ്യുന്ന ഓരോ ദോഷവും കൽബിൽ കറുത്ത പുള്ളി മേടിച്ചുകയാണ്. ദോഷങ്ങളെ കുറിച്ച് ഹദീസിൽ കാണാൻ കഴിയും. ഓരോ ദോഷവും മനുഷ്യന്റെ കൽബിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. ദോഷങ്ങൾ മനുഷ്യന്റെ ഉള്ളിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. കൽബിൽ തറത്തുണ്ടാക്കുന്നതാണ്. എന്തല്ലോ ആവലാതി വേവലാതി. ഓരോ ദോഷവും ചെയ്ത് തീരുമ്പോ കൽബിൽ അതിന്റെ സൈഡ് എഫക്ട് വരുന്നതാണ്. ഓരോ ദോഷവും അത് വന്ന് 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 നമ്മളൊക്കെ മനോരോഗികളാകാൻ. ഇതിനിടെ കേരളത്തിലെ അറിയപ്പെട്ട ഒരു കാർഡിയോളജിസ്റ്റ് വരുന്നതാണ്. ഓരോ ദോഷവും കാസർഗോഡിലെക്കാരനാണ്, എറണാകുളം ഭാഗത്ത് അദ്ദേഹത്തിന്റെ ജോലി. അദ്ദേഹം നിരീക്ഷിച്ചിട്ട് കണ്ടു, കേരളത്തിൽ ഹൃദ്രോഗം കൂടാൻ കാരണം നിക്കോട്ടിന്റെ ഉപയോഗമല്ല. അത് കേട്ടിട്ട് നല്ലോണം പോകലിച്ചേക്കണ്ടേ. 1, 2 കേരളത്തിൽ ഫാറ്റ് കൂടിയ ഭക്ഷണവുമല്ല, നിക്കോട്ടിന്റെ ഉപയോഗമല്ല. ബിരിയാണി അടിക്കാനും പോണ്ട കേട്ടിട്ട് എന്നെ തന്നെ നോക്ക്. കേൾക്കണേ, വല്ലാതെ ഫാറ്റുള്ള ഭക്ഷണം കഴിക്കുന്നതുമല്ല. പിന്നെ എന്താ കാരണം അറിയോ? അന്തസംഘർഷങ്ങൾ, മനസ്സിന്റെ പ്രയാസങ്ങൾ. കേൾക്കണേ, ഒന്നുമില്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പള്ളിയിൽ വന്നിരിക്കുമ്പോ ഒന്നുമില്ല ഉസ്താദ് എന്നെ ബാക്കിയെല്ലാവരും വേണ്ട പോലെ പരിഗണിക്കുന്നുണ്ട്, എന്നോടൊരു ചിരിയും കളിയും തമാശയില്ല. അതിങ്ങനെ മൂത്തും ഇരിക്കുമ്പോ എപ്പോഴും ഇല്ല. ഒരു മഹലിൽ ജീവിക്കുമ്പോ പൊരന്റെ ഉള്ളിലായാലും മഹലിലെ നമ്മളൊരു അബുദാകണം. അബുദ് എന്ന് പറഞ്ഞാല് അടിമയാകണം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. താഴ്മയോടെ, വളരെ താഴ്മയോടെ, വിനയത്തോടെ ആരെങ്കിലും നമ്മളെ ഗൗനിക്കുകയോ അവഗണിക്കുകയോ എന്തോ ആയിക്കോട്ടെ, അബുദാകണം നാം. താഴ്മയുള്ള വിനയമുള്ള അടിമയാകണം നാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ദോഷങ്ങൾ അടിഞ്ഞുകൂടുമ്പോ മല്ലസിമ മിനൽ ഇസ്തിഗ്ഫാരി ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ. പോരാ, വമിൻ കുല്ലി ദീഖിൻ മഖ്റജാ. അവന് എല്ലാ ഇടുക്കങ്ങളിൽ നിന്നും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ അവന് തുറസ് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ പ്രതിസന്ധി, തടസ്സം കൂടിയപ്പോന്നറിയോ? ദോഷം കൂടിയാലാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലി എന്താ ഉണ്ടാകാന്നറിയോ? തടസ്സം നീങ്ങും. ചൊല്ല്, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം വമൻ അറദ അൻ ദിക്രി. ആരെങ്കിലും എൻ്റെ ഓർമ്മയെ തൊട്ട് പിന്തിരിഞ്ഞാൽ, അല്ലാഹ് പറയാൻ, മനസ്സിൽ അല്ലാഹുവിന്റെ ഓർമ്മ തീരല്ല. മനസ്സിപ്പോഴും ദുനിയാവിന്റെ ലാഭനഷ്ടങ്ങളെ കുറിച്ചുള്ള ആലോചന. നിസ്കരിക്കലുണ്ട്, നിസ്കരിക്കുമ്പോഴും അല്ലാഹു കൽബിലില്ല. നോമ്പ് നോൽക്കാറുണ്ട്, നോമ്പ് നോൽക്കുമ്പോഴും പടച്ചവൻ കൽബിലില്ല. ഖുർആൻ ഓതാറുണ്ട്, ഓതുമ്പോഴും ഹൃദയത്തിൽ തട്ടിയിട്ട് ഖുർആൻ ഓതാറില്ല. ദിക്ർ ചൊല്ലാറുണ്ട്, ഒന്നും ഹൃദയത്തിൽ തട്ടാറേയില്ല. ഉമ്മ കൽബിൽ വരാറുണ്ട്, ഭാര്യ സ്നേഹമസരണമായ ഓർമ്മയായി ഹൃദയത്തിൽ ഭാര്യ വരാറുണ്ട്. സ്നേഹമായി അല്ലെ ഓമനത്തമായി, സ്നേഹമായി ഓമനത്തമായി മക്കൾ കൽബിൽ വരാറുണ്ട്. ചങ്ങാതിമാരെ കുറിച്ചുള്ള മനോഹരങ്ങളായ ഓർമ്മകൾ ഇടയ്ക്കിടെ കൽബിൽ കയറി വരാറുണ്ട്. പക്ഷേ അർഹമുർ റഹീമിനായ അല്ലാഹുവിന്റെ ഓർമ്മ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള നനുത്ത ഓർമ്മ, ആർദ്രമായ ഓർമ്മ കൽബിൽ വരാറില്ല. ഉണങ്ങിയ കൽബായി കൽബ് മാറിയാൽ, ആരെങ്കിലും എൻ്റെ ഓർമ്മയെ തൊട്ട് പിന്തിരിഞ്ഞാൽ അവന് നാം ഇടുങ്ങിയ ജീവിതം നൽകുന്നതാണ്. ഇമാം സാബൂനിയെ പോലുള്ള ആധുനിക ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ട് കാണും,
കാണുന്നുണ്ട്. പടച്ചോന്റെ ഓർമ്മയില്ലെങ്കിൽ ദുനിയാവിൽ തന്നെ ഇടുക്കം വരും, ഖബറിൽ വേറെ ഇടുക്കം, മശ്റയിൽ വേറെ പരീക്ഷണം, ദുനിയാവിൽ എന്തെന്നില്ലാത്ത ഓരോ ഇടുക്കം വരും, തടസ്സങ്ങൾ തീരൂല. ഇദാ കഥറത്തു ദുനൂബുൽ അബ്ദി, അടിമയുടെ ദോഷങ്ങൾ കൂടിയാൽ ഇബ്തലഹുല്ലാഹു ബിഹമ്മിൽ ഇയാൽ, കുടുംബ പ്രാരാബ്ദം കൊടുത്തു അവനെ അല്ലാഹു പരീക്ഷിക്കുമെന്നാണ്. വലിയ ഇടങ്ങേറാണ്. ദോഷം കൂടിയ ഒരു സമാധാനം ഉണ്ടാവില്ല, ഫാമിലി ലൈഫ് പോലും കൊളാവും. ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാണ്, അതുകൊണ്ട് ഈ റമദാന്റെ അവസാനത്തെ 10 ഇനി എത്ര ദിവസമുള്ളത് എന്നെ തന്നെ ശ്രദ്ധിക്കണേ. അതിൻ്റെ ഇടയിൽ ശ്രദ്ധ വിട്ടുപോകുന്ന ചർച്ചകളിലേക്ക് പോലെ ഞാൻ കുറച്ച് പ്രസംഗിച്ച് നിർത്തും ഇൻഷാ അല്ലാഹ്. എന്നെ തന്നെ ശ്രദ്ധിക്കണേ. ഉസ്താദിന്റെ വേർപാട്, റമദാന്റെ വേർപാട്, 2 സങ്കടത്തിലാണ് നമ്മളുള്ളത്. ലിന്നാസി ഹമ്മുൻ വലി അല്ലേ, ലിന്നാസി ഹമ്മും വലി ദിൽ യൗമി ഹമ്മാനി ഹമ്മുൽ ജിഹാബി വഹമ്മു ശൈഖി ഉസ്മാനി. കയ്യിലുള്ള സഞ്ചിയും പോയി, പിന്നെ ഉസ്മാൻ അള്ളാഹുവിന്റെ വഫാത്തും പോയി നടന്നു. അതുപോലെ നമുക്കിപ്പോൾ 2 ഹമ്മാണ്. ഒന്ന് ഉസ്താദ് പോകുന്ന ഹമ്മ്, 2 വിശുദ്ധ റമദാൻ വിട പറയുന്ന ഹമ്മ്. അള്ളാഹു തആല ക്ഷമ തരട്ടെ. അമീൻ പറ. പോകുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ, മണ്ണാർക്കാടല്ല, അതൊന്നുമല്ല. പോക, ഫോൺ വിളിക്കുക, വീഡിയോ കോൾ വിളിക്കുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നെ തന്നെ ശ്രദ്ധിച്ചിരിക്കണം. നമുക്കൊന്ന് നമ്മുടെ അകം കഴുകണം. ഇന്ന് മുതൽ ഞാൻ വെറുതെ അങ്ങനെ മൂപ്പരാണ് ശരിയായ സൂഫി. ഞാൻ വരുമ്പോൾ എനിക്ക് കയറുമ്പോൾ ഞാൻ പറഞ്ഞേ നിങ്ങളൊക്കെ പോയിട്ടൂടെ, ഞാൻ നേരത്തെ എങ്ങനെ ഉസ്താദ് അങ്ങനെ തന്നെ പറയുന്നത്. കേൾക്കണേ, നമ്മൾ ഇങ്ങനെയുള്ളവരുടെ കൈ പിടിച്ചിട്ട് മുത്തൂല. ചുമലിൽ 2 സാലും കുറേ മോതിരിട്ട ആളെല്ലാം കൈ പിടിച്ചിട്ട് മുത്തും. പല്ലിച്ചിട്ടുണ്ടാവില്ല, അലക്കിയിട്ടുണ്ടാവില്ല, കുളിച്ചിട്ടുണ്ടാവില്ല. സർവീസസിൽ അങ്ങനത്തെ കൂടെ നല്ല മനുഷ്യന്മാരുണ്ട്, ഇല്ലാന്നല്ല. കേൾക്കണേ, ഉള്ളു കഴുകി ഈ സദസ്സോടെ തീരുമാനിക്കണം. എളുപ്പമുള്ള പണി. കാലിച്ചണ്ടക്കാരെ കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം, ഈ ഇരിക്കുന്നവരെ കുറിച്ച് അറിയാം. ഞാൻ അഷ്റഫ് ഇങ്ങനെ ഉസ്താദെ, എൻ്റെ ഉപ്പാക്ക് ഉസ്താദിനെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, നീ മുമ്പ് ഒരു ഫോട്ടോ അയച്ചാൽ മനെ നോക്കുമ്പോൾ മുമ്പ് എനിക്കറിയാം. അലവിയാക്കാൻ വലിയ അലവാക്കി ഇവിടുള്ള എല്ലാവരെയും അലവിയാക്കാൻ ഇവിടെയുള്ള ഏകദേശം മനുഷ്യന്മാരൊക്കെ കാഞ്ഞങ്ങാട് വരുന്നതും കണ്ടുപിടിച്ച് മുസാഫത്തിനല്ലേ. എല്ലാവരോടും ഞാൻ പറയാണ്, നമ്മുടെ ഉള്ളു ക്ലിയറാകാനുള്ള പണിയെടുക്കണം. അല്ലാഹു തആല നാട്ടിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെ ഖബറിലേക്കും ഈ മജ്ലിസിന്റെ ബറക്കത്തിനെ എത്തിച്ചു കൊടുക്കട്ടെ. ഇസ്തിഗ്ഫാർ റമദാൻ കഴിയോളല്ല, മരിക്കുന്നവരെ എത്ര ഒരു ദിവസം ചൊല്ലാൻ കഴിയുമെന്ന് ആലോചിക്കുക. ചൊല്ല് അസ്തഗ്ഫിറുല്ലാഹ്. ദോഷമൊന്നുമില്ല എനിക്കെന്ന് തോന്നുകയാണെങ്കിലും ഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. ഒരു ദോഷവും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത, ചെയ്യാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ലാത്ത മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും 100 വട്ടം അല്ലാഹുവോട് തൗബ ചെയ്തിരുന്നു എന്നാണ്. അതിന് നമ്മൾ എത്ര ചെയ്യണം? മുത്തറസൂലുള്ള 100 വട്ടാണെങ്കിൽ നമ്മൾ 1000 പോരാ. ചൊല്ല് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ. ഈ അവസാനത്തെ 10 അല്ലേ, ഇന്നിപ്പോ 24-ാം രാവ് അല്ലേ, നാളെ 25-ാം രാവ്, 25-ാം രാവ്. കാഞ്ഞങ്ങാടിന്റെ പള്ളിയുടെ മേലെ ഇങ്ങനെ കുറേ ആൾ അവിടെ ഇവിടെ എല്ലാം പല നാട്ടിൽ നിന്നും വന്നിട്ട് ഇങ്ങനെ പള്ളിൻ്റെ 2-3 തട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ ഞാൻ റമദാന്റെ അവസാനത്തെ 10 പള്ളിയിൽ ഉണ്ടാകലില്ല. ഇവിടെ ഇങ്ങനെ പ്രാതം കഴിച്ച് പാതിരാക്ക് വരുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കരച്ചിൽ കേൾക്കാം. ഏങ്ങലടിച്ചിട്ട് കരയുന്നുണ്ടാവും ചില ആള്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി, ചൊല്ല് ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല. എൻ്റെ അർത്ഥം എന്നാ, ഞാൻ ഫിർദൗസ് എന്ന സ്വർഗത്തിന് ഫിറ്റല്ല, സ്വർഗത്തിലേക്ക് പോകാൻ എന്നെ പറ്റൂല. വലാ അഖ്വാ പറ, വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. നരകത്തിലെ തീയുടെ ചൂട് കൊള്ളാനുള്ള ആരോഗ്യവുമില്ല, അതിനുള്ള ശക്തി എനിക്കില്ല. സ്വർഗത്തിലേക്ക് ഞാൻ ഫിറ്റല്ല, നരകത്തിൽ പോകാൻ എന്നെ കൊണ്ടാകുകയും ചെയ്യില്ല. എന്നിട്ട് പിന്നെ ഒരു കരച്ചിലുണ്ട്. ഫഹബിലി പറയ്, ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി. അതുകൊണ്ട് പടച്ചോനെ എനിക്ക് തൗബത, എൻ്റെ ദോഷങ്ങളെ നീ പൊറുത്തുതാ. ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. നീ വലിയ ദോഷം എന്നെ പൊറുക്കുന്നവനല്ലേ പടച്ചോനെ, എൻ്റെ ദോഷം പൊറുത്തതാ. പള്ളിയുടെ മുകളിൽ പല പള്ളിയുടെ മേലും കാണാം ഇങ്ങനെ. നമ്മൾ ഈ സമയം മുതൽ അങ്ങോട്ട് പള്ളിന്നോ പുരയെന്നോ
പ്രത്യേകിച്ച് ആണുങ്ങളെക്കാളും പെണ്ണുങ്ങൾ വാക്തിർന്ന മിനൽ ഇസ്തിഗ്ഫാർ എന്നാണ്. പെണ്ണുങ്ങൾ നല്ലോണം ഇസ്തിഗ്ഫാർ ചൊല്ലണം ആണുങ്ങളെക്കാളും. ചൊല്ല് അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഒരുപാട് ഗുണമുണ്ട്. ഒന്ന് ഉള്ളു ശുദ്ധിയാകും, രണ്ട് ജീവിതത്തിലുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നീങ്ങും. പോരാ അവൻ വിചാരിക്കാത്ത വഴികളിൽ കൂടി അവൻ അല്ലാഹു തആല ഭക്ഷണം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. എപ്പോഴും ഇസ്തിഗ്ഫാറിലായാലില്ലേ ഒരു വേജാറുണ്ടാകൂല. എല്ലാം അപ്പോൾ അല്ലാഹു തആല പരിഹരിച്ചു തരും. എൻ്റെ വിഷയം അതൊന്നുമല്ല. നമ്മുടെ ഉള്ളൊന്ന് ശുദ്ധിയായി കിട്ടിയാലാണ് ദുനിയാവ് ശരിക്ക് അനുഭവിക്കാൻ കഴിയുക. ഉള്ളൊന്ന് ക്ലിയർ ആയാലാണ് ഭാര്യയെ അനുഭവിക്കാൻ കഴിയുക. ചില ആൾക്കാർ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഫാമിലി സമേതം പോകുന്ന ചില ആളുണ്ടാവും. ഭാര്യ ചായ, ഒരു ഗ്ലാസ് ചായ എടുത്ത് അത് കുറച്ച് ഭാര്യയെ കുടിപ്പിച്ച് പിന്നെ ഇവൻ കുടിച്ച്, അല്ലെങ്കിൽ 10-50 വയസ്സുള്ള ഭാര്യയും ഭർത്താവും. എന്നിട്ട് കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് ആഘോഷിക്കാൻ പോകുന്ന ഭാര്യയും ഭർത്താവും അല്ല, 45-50 വയസ്സുള്ള ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിന്റെ ആദാന പ്രദാനങ്ങൾ കൊണ്ടും കൊടുത്തും നുകർന്നും പകർന്നും കൊഞ്ചിയും സ്നേഹിച്ചും. ഇപ്പുറത്ത് വേറെ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടാവും. അങ്ങോട്ട് ഓളും മിണ്ടുന്നുണ്ടാകൂല, ഓൻ ഇങ്ങോട്ടുമില്ല. ഇത് കണ്ടിട്ട് ഇപ്പുറത്തിരിക്കുന്ന ഒരാൾ ഇത്ര കൊല്ലായി മംഗളം കഴിഞ്ഞിട്ട് എന്നിട്ടും മതിയായിട്ടില്ല, ഇപ്പോൾ എൻ്റെ കൊഞ്ചലും കൊഴികലും പറഞ്ഞോട്ടെ. ഇത് എല്ലാവർക്കും ആകൂല. ഉള്ളൊന്ന് വിശാലമാകുമ്പോഴേ ഭാര്യയുടെ ഉള്ളും വിശാലാകണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നാളെ ആഖിറം മാത്രം അനുഭവിക്കേണ്ടവരല്ല, ദുനിയാവിൽ അനുഭവിക്കേണ്ടവരാണ് നമ്മൾ. ചില ആൾക്കാർ ഇങ്ങനെ പറയും, ഉസ്താദേ ഉസ്താദേ ഉസ്താദേ, നമുക്ക് ദുനിയാവ് നരകോ, അവർക്ക് ദുനിയാവിലെ സ്വർഗമല്ലേ. ഇതാരാ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞ ഒരു ഹദീസുണ്ട്, അദ്ദുനിയാ സിജനുൽ മുഅ്മിൻ. മുഅ്മിനിന് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ജയിലാണെന്ന്. അതിന്റെ അർത്ഥം എന്നറിയോ? കുറച്ച് പരിധി ഉണ്ടെന്നേ ഉള്ളൂ. ശരിക്കും ദുനിയാവിനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ഉള്ളിലുള്ള എല്ലാ കൃമികീടങ്ങളും ഒഴിഞ്ഞു പോകണം. ഒരാളോടും ദേഷ്യമില്ലാത്ത, വാശിയില്ലാത്ത, അസൂയയില്ലാത്ത, കുശുമ്പില്ലാത്ത, കുന്നായ്മയില്ലാത്ത, ഞാനെന്ന ഭാവമില്ലാത്ത, ഞാൻ പറഞ്ഞില്ലേ, അടിമയായ അള്ളാന്റെ അടിമയായ ഭർത്താവായാൽ, അള്ളാന്റെ അടിമയായ ഭാര്യയായാൽ മരിക്കുന്നവരെ മാത്രമല്ല, സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അല്ലാഹു തആല പറയും, ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ. നിങ്ങളും നിങ്ങളുടെ ഇണകളും സ്വർഗത്തിലേക്ക് സന്തോഷത്തോടുകൂടെ പ്രവേശിച്ചു കൊള്ളുക. മരിക്കുന്നത് വരെ സ്നേഹം. മരിക്കുമ്പോൾ സ്നേഹാതിരേകത്തിന്റെ നിമിഷങ്ങളിൽ കാലിച്ചാനടുക്കക്കാര് ഉസ്താദിന്റെ കൊടുക്കുന്ന ഈ വേർപാടിന്റെ ഈ വിടപറയലിന്റെ സങ്കടത്തെക്കാൾ സങ്കടത്തോടെ ഭാര്യയോട് യാത്ര ചോദിക്കുന്ന ഭർത്താവ്, ഭർത്താവോട് യാത്ര ചോദിക്കുന്ന ഭാര്യ. ഫാത്തിമ ബീവിയെ കൊണ്ടുപോയിട്ട് മറമാടിയപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ സങ്കടത്തിരമാലകൾ ആഞ്ഞടിച്ചു വീശിയപ്പോ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിരഹത്തിന്റെ ദുഃഖം പേറിയിട്ട് പാടിയതാണ്, ലികുല്ലി ജിത്മാഇൻ മിൻ ഖലീലൈനി ഫുർഖത്തുൻ. രണ്ടുപേരുടെ ഇടയിൽ ഒരാൾ പിരിഞ്ഞു പോകും. എന്നും ഉസ്താദ് ഉണ്ടാകൂല. ഇപ്പൊ ഉസ്താദിനെ വളരെ സ്നേഹിച്ച മുസാനാജിപ്പുണ്ടോ? ഒന്നുകിൽ ഉസ്താദിൽ നിന്ന് നമ്മൾ പിരിയും, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഉസ്താദ് പിരിഞ്ഞു പോകും. ദുനിയാവ് അങ്ങനെയാണ്. ഒന്നുകിൽ ഭാര്യയെ തനിച്ചാക്കി ഭർത്താവ് പിരിഞ്ഞു പോകും, പറക്കമുറ്റാത്ത മക്കളെ തനിച്ചാക്കി, യുവതിയായ ഭാര്യയെ തനിച്ചാക്കി. എത്രയെത്ര യുവമിഥുനങ്ങളായ ഭർത്താക്കളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വിട പറഞ്ഞു പോയത്. യുവാവായ ഭർത്താവിനെ തനിച്ചാക്കി, പറക്കമുറ്റാത്ത മക്കളെ തനിച്ചാക്കി, യുവതികളായ എത്രയെത്ര ഭാര്യമാരാ വിട പറഞ്ഞത്. ഉമ്മാ പോകല്ല ഉമ്മാ, പോകല്ല ഉമ്മാ, ഒന്നുകൂടി എനിക്ക് എൻ്റെ ഉമ്മയെ കാട്ടിത്തരുമോ എന്ന് ചോദിച്ച നിഷ്കളങ്കരായ പിഞ്ചുമക്കളെ മുമ്പിൽ വെച്ച് എത്രയെത്ര യുവതികളുടെ മയ്യത്തുകളാണ് നാം കെട്ടിപ്പൊതിഞ്ഞെടുത്തു കൊണ്ടുപോയത്. ഒരാൾ പിരിഞ്ഞു പോകും, ഒരാൾ ബാക്കിയാകും. ദുനിയാവെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ദുനിയാവിന്റെ അവസ്ഥ. അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ തീരുമാനിക്കണം, അർഹമുർ റഹീമീനായ അല്ലാഹുവിലേക്കുള്ള യാത്ര
ഈ യാത്ര എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഉള്ളൊന്ന് ശുദ്ധിയാക്കാനുള്ള അധ്വാനം ചൊല്ല്. അസ്തഗ്ഫിറുല്ലാഹൽ അസീം ചൊല്ല്. അസ്തഗ്ഫിറുല്ലാഹൽ അസീം ചൊല്ല്. എത്ര സ്നേഹിച്ചാലും ഭാര്യയോട് സ്നേഹം തീരാത്ത, എത്ര സ്നേഹിച്ചാലും ഭർത്താവോട് സ്നേഹം തീരാത്ത, അങ്ങനെയാണ് നമ്മള്. ഈ മക്കൾക്ക് ഐഫോണും ലാപ്ടോപ്പും, മക്കൾക്ക് എപ്പോ ഗാന്ധി തലയുള്ള 500 നോട്ടും മേടിച്ചു കൊടുക്കലല്ല. 25-30 വയസ്സുള്ള ആൺമക്കളെയും പെൺമക്കളെയും അടുത്തിരുത്തിയിട്ട് അവരോട് സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയുന്ന ഉപ്പ ഉമ്മ ആകണമെങ്കിൽ കൽബ് ശുദ്ധിയാകണം. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, 6 മാസത്തിൽ താഴെയുള്ള കുട്ടികളെ നമ്മൾ ലാളിക്കും, ഇല്ലേ? 6 മാസത്തിൽ താഴെയുള്ള കുട്ടികളെ, ഒരു 10 വയസ്സുള്ള കുട്ടികളെയോ കുറച്ചകറ്റും. 20 വയസ്സാകുമ്പോഴോ കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയും, ഡിസ്റ്റൻസ്. അത് പറ്റൂല. മക്കളെ അടുത്തിരുത്താൻ കഴിയണം. ഈ കുട്ടികൾ മോശമാകുന്നത് കൊണ്ടാണ് എല്ലാ മക്കളെയും അടുത്തിരുത്താൻ കഴിയണം. അവരോട് സംസാരിക്കാൻ കഴിയണം. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം. അവരെ സന്തോഷങ്ങളിൽ മാതാപിതാക്കൾ ഭാഗവാക്കാകണം. അവരെ സങ്കടങ്ങളിൽ മാതാപിതാക്കൾ ഭാഗവാക്കാകണം. ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ഇന്ന് നാം പറയാറില്ലേ, ഒരു ഉമ്മയും പാപ്പയും മക്കളും ഒരു തടി പോലെയാകണം. ലോകത്തെ എല്ലാ മോമിനിയങ്ങളും ഒരു ശരീരം പോലെയാകണം എന്നാണ്. ഒരു പൊരന്റെ ഉള്ളില് ഓളും കുട്ടികളും. ഇത് മക്കൾ വരുന്നവരെ ഉപ്പ നോക്കൂല. വേഗം അയാൾ ചോറും വെച്ച് രാത്രി അങ്ങ് ഉറങ്ങും. അവസാനം അടുക്കള വാതിൽ തുറന്നിട്ട് മോൻ കയറി. ഇപ്പം വല്ലാത്തൊരു സങ്കടം. ഒരു 6 മാസമായിട്ട് മഞ്ചേശ്വരത്തിൻ്റെയും അതേപോലെ തന്നെ മലബാറിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട് പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക കാമുകന്മാരെ കൂടെ രാത്രി എല്ലാ ദിവസവും. അല്ലാതെ ഇപ്പോൾ പ്രസന്റ് ടൈമിൽ ഇപ്പോൾ ഈ റമദാനിൽ വരെ ഞാൻ ഈ രാത്രിയിൽ ഇങ്ങനെ ഓടുന്നില്ലേ, ഈ മംഗലാപുരത്ത് അല്ലെങ്കിൽ കോഴിക്കോട് ടൗണിലൊക്കെ ഹോസ്റ്റലുള്ളതുകൊണ്ട് അവിടെയൊക്കെ പിന്നെ ഈ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വരും സ്റ്റുഡൻസ്. ഇതൊന്നുമല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി വരിക. എന്നിട്ട് രാത്രി ഇങ്ങനെ ഈ കുട്ടികളുമായിട്ട് കറങ്ങുക. റമദാനിലും വല്ലാണ്ട് നടക്കുക. അവർക്ക് ഇറാൻ യുദ്ധമോ ഗൾഫിലുള്ള ബ്ലോക്കോ അവിടെ നിന്ന് വിമാനം വരാത്തതോ ബാപ്പാൻ്റെ പൈസ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ ചിന്തിക്കുന്ന ഈ കുട്ടികളെ ആരാ പറഞ്ഞു വിടുന്നതെന്ന്. ഈ പെൺകുട്ടികളെ പലപ്പോഴും അറിയാൻ കഴിയുന്നത് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ മെല്ലെ ഇവരെ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇനി മാതാപിതാക്കളെ സമ്മതത്തോടു കൂടെ ഇറങ്ങിപ്പോകുന്നുണ്ടോ അതും പറയാൻ കഴിയില്ല. കൾച്ചർ മാറുകയാണ്, ലിബറലിസം വരികയാണ്, വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ. ചില ആൾ പറയലുണ്ട്, ആള് കാണാൻ വേണ്ടിയിട്ട് ചുമക്ക് പോവാണ്, ദീനിനോടൊന്നും താല്പര്യമില്ല. പുതിയ തലമുറ വല്ലാതെ മാറുകയാണ്. അപ്ഡേഷൻ വല്ലാതെ കൂടുകയാണ്. ഫാറൂഖ് കോളേജിലുള്ള കുട്ടികളോട് ഏക സിവിൽ കോഡ് പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഫാറൂഖ് കോളേജിലെ പെൺകുട്ടികൾ, ആൺകുട്ടികളല്ല, മലബാറിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് മദ്രസയിലെ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞിട്ട് ഫാറൂഖ് കോളേജിൽ ഡിഗ്രിക്കോ പോസ്റ്റ് ഗ്രാജുവേഷനോ പഠിക്കുന്ന കുട്ടികളോട് ഏക സിവിൽ കോഡ് പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അതിനത്തെ കുഴപ്പമെന്ന് വല്ലാതെ മാറുകയാണ്. ഇവിടെയാണ് ഇൻഷാ അല്ലാഹ് കുട്ടികളെ അടുത്തിരുത്തണം. അവരോട് ഇൻഷാ അല്ലാഹ് നന്നായിട്ട് അങ്ങോട്ട് ഉപ്പയുമ്മയില്ലേ സ്നേഹം കൊടുക്കുക. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഇടയ്ക്കിടെ ഇങ്ങ് വന്നു കയറിയാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ കാണലോടുകൂടെ ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മഹാ വഖബ്ബലഹാ. മോളെ കാണുമ്പോൾ ഉപ്പ എഴുന്നേറ്റ് നിൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് ഫാത്തിമ ബിവിയെ കെട്ടിപ്പിടിക്കും, നെറ്റിത്തടത്തിൽ ചുംബനം ചെയ്യും. അടുത്തിരുത്തണം, സംസാരിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ആൺമക്കളെയും പെൺമക്കളെ അടുത്തിരുത്തണം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയണമെങ്കിലില്ലേ, അതാ ഞാൻ പറഞ്ഞേ, കൽബ് ശുദ്ധിയാകണം. എത്രയോ കച്ചവടക്കാരുണ്ട്, മുഖം കണ്ടാൽ പോലും പീടികയിലേക്ക് ആളുകൾ വരില്ല. എത്രയോ നാട്ടിലുള്ള സാധാരണക്കാരായ മനുഷ്യന്മാരുണ്ട്, മുഖഭാവം കണ്ടാൽ പോലും അടുത്തു പോകാനും സംസാരിക്കാനും തോന്നില്ല. കാരണം ഇതാണ്, വ്യത്യസ്തങ്ങളായ മാനസിക പിരിമുറുക്കങ്ങൾക്കിടയിൽ ആളുകളോട് മിണ്ടാൻ കഴിയാത്ത, ജനങ്ങളോട് പെരുമാറാൻ അറിയാത്ത ഒരുതരം ജുഗുപ്സാഹവമായ ഇടുങ്ങിയ മാനസികാവസ്ഥയുള്ളവർ. ഒറ്റ മാറ്റേ ഉള്ളൂ, ഉള്ളൊന്ന് ശുദ്ധിയാക്കാനുള്ള പണിയെടുക്കുക. അള്ളാന്റെ ഖുർആനിൽ കാണാൻ കഴിയും, ഖദ് അഫ്ലഹ മൻ സക്കാഹ
ഖദ് അഫ്ലഹ അശ്ശംസി വദുഹാഹാ വശ്ശംസി വദുഹാഹാ വൽഖമരി ഇദാ തലാഹാ ഉറക്കോദിക്കോ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ പിന്നെ വസ്സമാഇ വമാ ബനാഹാ പിന്നെ വൽ അർളി വമാ തുഹാഹാ വനഫ്സിൻ വമാ സവ്വാഹാ പിന്നെ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഒന്നുകൂടെ ഖദ് അഫ്ലഹ മൻ സക്കാഹാ ഉള്ളു ശുദ്ധിയാക്കിയവൻ തീർച്ചയായും വിജയിച്ചു. മരിക്കോളം ദുനിയാവിൽ രക്ഷപ്പെടണമെങ്കിലും മരിക്കുമ്പോൾ ഒന്നും പറഞ്ഞോട്ടെ, ഈ ഉള്ളു ശുദ്ധിയാകുന്ന വിഷയം പറയുമ്പോൾ മരിക്കാൻ കിടക്കുകയാണ്, പൊരയിൽ കിടക്കുകയാണ്. അല്ലാഹു തആല നമ്മളെയൊക്കെ ആശുപത്രി മരണത്തിൽ നിന്ന് സലാമത്താക്കട്ടെ. നല്ലോണം അമ്മയും പറയും. എന്താ ഉസ്താദ് ആടെന്ന് വരിച്ചാൽ ചോദിക്കും. നമ്മളെല്ലാവരും അല്ലാഹു മൂക്കിലും വായിലും പൈപ്പിട്ട് പൈസയൊക്കെ കുറച്ച് ഉള്ള മനുഷ്യനാണെങ്കിൽ സുബ്ഹാനല്ലാഹ് ഭാര്യയും മക്കളും കാണൂല, ICUയുടെ ഉള്ളുന്നോ അതിൻ്റെ അപ്പുറത്തുള്ള വേറെ ഏതെങ്കിലും അല്ലെ കാഷ്വാലിറ്റി വാർഡെന്നോ അല്ലാഹു നമ്മളെ സലാമത്താക്കട്ടെ. ഇപ്പം ഏറ്റവും വലിയ ശാസ്ത്രം പുരോഗമിക്കുകയാണ്. കേരളാണെങ്കിൽ അല്ലെ വിദേശ കച്ചവട സംഘങ്ങൾ കേരളീയ ഹോസ്പിറ്റലുകൾ വിലക്ക് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ ഉണ്ടാകാന്നറിയോ? ഒരു പനി വന്നാൽ മതി, മക്കളെ കുടുംബക്കാരെല്ലാം കൂടി പറയും ഓനെ ചികിത്സിച്ചിട്ടില്ല, ഫിത്തന പറയും. ഇത് പേടിച്ചിട്ട് മക്കൾ കൊണ്ടുപോയിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ ഏറ്റവും തീവ്ര പരിചരണ വിഭാഗത്തിൽ കൊണ്ടുപോയിട്ടാക്കും. മൂക്കിലും വായിലും ഒന്നെല്ലാവരും ഒന്ന് മൊബൈൽ ഓഫാക്കണേ. ഞാൻ ഇപ്പം പെരടിക്കടി തരും, എനിക്കറിയുന്നവരാണ്. മൊബൈൽ ഓഫാക്കണോ? എൻ്റെ കോലം മാറും. മൊബൈലൊന്ന് ഓഫാക്കിയിട്ട് കീശയിൽ വെക്കണോ? എനിക്കറിയില്ലേ? ഈ പറയുന്ന കേൾക്കണം. എനിക്കൊണ്ട് മൊബൈൽ, ഞാൻ അതിലേക്ക് നോക്കി, അതിൽ മനസ്സിൽ രക്ഷപ്പെട്ടു. ഇതിങ്ങനെ നോക്കിയിരുന്ന പിന്നെ എൻ്റെ വേദന എങ്ങനെ കേൾക്കുക? സാഹസിൽ നോക്കിയിട്ട് ഇത് ഏടുന്നാ നോക്കണ്ട, എന്നെ നോക്കണം. ഞാനിപ്പോൾ പേര് വിളിച്ചു പറയും, പെണ്ണുങ്ങളാകെ കിടങ്ങാറാവും. എന്താ വിഷയം പറഞ്ഞേ? സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉള്ളിൽ നിന്ന് മരിച്ചു പോകുന്നൊരവസ്ഥ. രോഗം വന്നാൽ ചികിത്സിക്കണം. ഒരു 75-80 വയസ്സുള്ള മനുഷ്യന്മാരെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ രക്ഷപ്പെടുത്തുക. എന്താ ഉണ്ടാകുക അവസാനം? എത്രയോ പുതിയ കാലത്തെ മയ്യത്ത് കാണുന്നത് മുഖത്തുള്ള അതിന്ന് മരിച്ച് എവിടെയെങ്കിലും അല്ലേ, നമുക്ക് കുളിപ്പിക്കാൻ ഇഷ്ടം പോലെ അൽഹംദുലില്ലാഹ് CHS സെന്ററിന്റെ കേന്ദ്രങ്ങളുണ്ടല്ലോ, കുളിപ്പിച്ചിട്ട് മയ്യത്ത് കൊണ്ടുവന്നിട്ട് മുഖത്തുള്ള തുണിയും എടുത്ത് നോക്കിയാൽ ഇവിടെ ഒക്കെ രക്തം ഉണ്ടാവും. ചില രക്തങ്ങൾ അടങ്ങുന്നില്ല, കൊന്നിട്ട് തരികയാണ്. 5 ലക്ഷം 6 ലക്ഷം 8 ലക്ഷം റുപ്യ ബില്ല് ആകുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചികിത്സിക്കണം, നല്ലോണം ചികിത്സിക്കണം. പക്ഷെ ഈ അവസ്ഥ വരരുത്. നമ്മൾ അല്ലാഹുവിനോട് ദ്വാരക്കണം. വീട്ടിൽ വെച്ചിട്ട് മരിക്കാൻ കഴിയണം. വീട്ടിൽ ചോദിക്കുമ്പോൾ ഒരു വിഷയം പറഞ്ഞുതരാം. നല്ല ശുദ്ധിയുള്ള കൽപ്പുള്ള ആളല്ലെങ്കിലില്ലേ, ഇപ്പുറത്ത് ആരും ഉറക്കം ഇരുന്നിട്ട് പള്ളിയിൽ ഉസ്താദെല്ലാം കാണാൻ വന്ന്, ഉസ്താദ് മരണാസന്നനായതുകൊണ്ട് ഒന്ന് അരക്ക് താഴെ കഴുകി കൊടുത്തേ, ഒന്ന് ഉതോടിപ്പിച്ച് കൊടുത്തേ, എന്നിട്ട് ഖിബലക്ക് കാലൊക്കെ നീട്ടി വെച്ചിട്ട് ഖിബലക്ക് നേരെ ചിരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ നേരെ കടത്തി ചുറ്റിരുന്നിട്ട് ആളുകൾ ഇങ്ങനെ യാസീനാന്ന് തുടങ്ങുമ്പോൾ ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. മെല്ലെ നിർത്താൻ പറയും. കേൾക്കാനാകുന്നില്ല. ഇയാൾ വിചാരിക്കുകയാണ് ഇവരെല്ലാം കൂടി എന്നെ കൊല്ലുകയാണ്. നോക്കണം, ഓതാൻ വിടൂല. ഇനി ആരെങ്കിലും ഉറക്കം അടുത്ത് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയാണെങ്കിൽ ചൊല്ലിന്ന് പറയൂലല്ലോ, ഉറക്ക ചൊല്ലി കൊടുക്കുക ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ ഇതെല്ലാം കൂടി എന്നെ മരിപ്പിക്കേണ്ട പരിപാടിയാണ്. നോക്കണം, ചൊല്ലൂല. ഉള്ളിൽ പകയോ ദേഷ്യമോ ഉണ്ടെങ്കിൽ എന്നെ തന്നെ ശ്രദ്ധിക്ക്. ഓളോടോ കുട്ടികളോടോ ദേഷ്യമുള്ള ആളാ മരിക്കാൻ പോകുന്നെങ്കിൽ ഇങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കൊന്നിട്ട് ഓക്ക് വേറെ മാപ്പിളക്ക് പാകണം, അതിന്റെ പരിപാടിക്ക് ഓളുള്ളത്. ചൊല്ലൂല, വാശി പിടിച്ചു നിൽക്കും. അതിൻ്റെ ഇടയിൽ മരിച്ചു പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇത് ഞാൻ ശ്രദ്ധിക്കണം. എന്നോട് ഉള്ളിൽ ആരോടെങ്കിലും കുശുമ്പുണ്ട്, അതാ പറഞ്ഞേ, നാളെ ഖിയാമത്ത് നാളിൽ അവന്റെ സമ്പാദ്യമോ അവന്റെ മക്കളോ ഉപകരിക്കുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധമായ സുരക്ഷിതമായ ദോഷങ്ങളില്ലാത്ത കൽബുമായിട്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നവരൊഴികെ. ഓർമ്മയില്ലേ മുത്ത് റസൂലുള്ളാഹി
ഒരാളോടും കുശുമ്പില്ലാത്ത, കുന്നായ്മയില്ലാത്ത, ദേഷ്യമില്ലാത്ത, വാശിയില്ലാത്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തിട്ട് പറഞ്ഞില്ലേ, എന്നോട് ഒരിക്കൽ പോലും മുത്ത് റസൂലുള്ളാഹി ഛേ എന്ന് പറഞ്ഞില്ല. വലഖദ് ഖദംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീന, 10 കൊല്ലം ഞാൻ എൻ്റെ മുത്ത് റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്തു. മാ മസിസ്തു ദീബാജൻ വലാ ഹരീറൻ അൽയന മിൻ കഫി റസൂലില്ലാഹി, മുത്ത് റസൂലുള്ളാഹിയുടെ കയ്യിനേക്കാൾ മാർദ്ദവമുള്ള, മിനുസമുള്ള ഒരു കയ്യും ഞാൻ എൻ്റെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല. 10 കൊല്ലം ഞാൻ സേവനം ചെയ്തപ്പോൾ 10 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും എന്നോട് ഛേ എന്ന് മുത്ത് റസൂലുള്ളാഹി പറഞ്ഞില്ല. ഒരു കാര്യം എന്നെ ചെയ്യാൻ ഏൽപ്പിച്ചു, ഞാൻ ആ കാര്യം ചെയ്യാൻ വിട്ടുപോയി. എന്തേ നീ ആ കാര്യം ചെയ്തില്ല എന്ന് ചോദിച്ചില്ല. ഒരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞു, ഞാൻ ആ കാര്യം ചെയ്തു പോയി. ദീനിയായ കാര്യമല്ല കേട്ടോ. ഖിദ്മത്താകുമ്പോൾ എന്തെല്ലാം ഉണ്ടാവുമല്ലോ, അത് ഇത് ചെയ്യേണ്ടതൊക്കെ. ഒരു കാര്യം ഞാൻ ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യം ചെയ്തു പോയി. എന്തുകൊണ്ട് എൻ്റെ ഭക്ഷണം കഴിച്ച്, എൻ്റെ വെള്ളം കുടിച്ച്, എൻ്റെ ചാരേ ജീവിക്കുന്ന നീ, നിന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നീ എന്തുകൊണ്ട് ചെയ്തു എന്ന് എന്നോട് കയർത്തിട്ട് ചോദിച്ചില്ല. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, മുത്ത് റസൂലുള്ളാഹിന്റെ പ്രകൃതം, സ്വഭാവം, ക്യാരക്ടർ ഏറ്റവും മഹത്വമേറിയതായിരുന്നു എന്ന് ഖുർആൻ. നമ്മൾ അങ്ങനെ ആകണം. നീളക്കുപ്പായിടാനൊന്നും ചെലവില്ല. നീളക്കുപ്പായിടാനോ, താടി വളർത്താനോ, അത്ര പുരട്ടാനോ, ഒരു തസ്ബീഹ് മാല കയ്യിൽ പിടിക്കാനോ, ഒരു കൗണ്ടർ കയ്യിൽ പിടിക്കാനോ, കുറച്ചൊക്കെ നെറ്റിക്ക് തഴമ്പുണ്ടാകാനോ അതിനൊന്നും പണിയില്ല. പണി കുറച്ച് ഉള്ളു വൃത്തിയാക്കാനാണ്. അല്ലാഹു തആല നമ്മുടെ ഉള്ളു വൃത്തിയാക്കി തരട്ടെ, ഉള്ളു വൃത്തിയാക്കി തരട്ടെ. ഉള്ളു വൃത്തിയായവരുടെ കൂടെ ജീവിച്ചപ്പോഴാണ്, ഉള്ളു വൃത്തിയായ ഒരാള് ഉള്ളു വൃത്തിയായവരുടെ കൂടെ ജീവിച്ചപ്പോഴാണ് ഈ 15-16 കൊല്ലത്തെ അത്ഭുതങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചത്. നാട്ടുകാരായ നിങ്ങളെയും ഞാൻ പ്രശംസിക്കുകയാണ്, പിരിഞ്ഞു പോകുന്ന ഉസ്താദിനെയും ഞാൻ പ്രശംസിക്കുകയാണ്. നിങ്ങളോടൊപ്പം നിന്ന് അദ്ദേഹത്തിൻ്റെ വിടപറച്ചിലിൽ ഞാനും സങ്കടപ്പെടുകയാണ്. കാരണം ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് തവണ കാണുകയും സ്വകാര്യ വിഷയങ്ങൾ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും, എൻ്റെ സ്വകാര്യതകൾ അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ സ്വകാര്യതകൾ എന്നോടും അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചതാണ്. ഇനി കുറേ കാലത്തേക്ക് കാണാൻ കഴിയില്ലല്ലോ. സ്നേഹമുള്ള, പിരിശമുള്ള, ബന്ധമുള്ള ആളുകൾ ഇല്ലാതാകുമ്പോഴുണ്ടാകുന്നൊരു സങ്കടം നിങ്ങളെപ്പോലെ എൻ്റെ ഉള്ളിലുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ജീവിക്കുന്ന നാട്ടിൽ ഇസ്സത്തോടെയും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള എല്ലാ സൗഭാഗ്യവും, ഈ ദുആഇന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സദസ്സിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. അത് ഉള്ളിൽ തട്ടിയ ദുആ. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ എല്ലാ ക്ഷേമൈശ്വര്യത്തിൻ്റെയും വാതിലുകൾ തുറന്നു കൊടുക്കട്ടെ. എല്ലാ പരീക്ഷണങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും വഴികളിൽ നിന്ന് അദ്ദേഹത്തിനും നമുക്ക് അല്ലാഹു തആല പൂർണ്ണ സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. ഉള്ളു ശുദ്ധിയാക്കാൻ ഈ 10, ഇനി എത്ര ദിവസമുള്ളേ? 4 ദിവസം അല്ലേ? 4 ദിവസം രാത്രിയും പകലും ഈ കാലിച്ചാനടുക്കത്തിൻ്റെ ഗ്രാമവഴികളിലൂടെ, നാടുവഴികളിലൂടെ, പൊരൻ്റെ ഉള്ളൊന്നും ഇതിങ്ങനെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ, പടച്ചോനെ നീ മാപ്പ് ചെയ്യുന്നോനാണ്, തുഹിബ്ബുൽ അഫ്വാ, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നോനാണ്. എൻ്റെ കൂടെ അർത്ഥം നിങ്ങളിങ്ങനെ പറ. അല്ലാഹുമ്മ ഉറക്കെ പറ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അർത്ഥം പറ. അല്ലാഹുവേ തീർച്ചയായും നീ മാപ്പ് ചെയ്യുന്നോനാണ്, തുഹിബ്ബുൽ അഫ്വാ, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്. പിന്നെ ഒരു അലർച്ചയാണ്, പിന്നെ ഒരു കരച്ചിലാണ്. ഫഅഫു അന്നീ, അതിനാൽ എനിക്ക് നീ മാപ്പ് തന്നാലും. ഇത് 3 വിഷയമാണ്. ഒന്ന് അല്ലാഹുവിനെ പ്രശംസിച്ച് പറയാം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, നീ മാപ്പ് ചെയ്യുന്നോനാണ്. പിന്നെ തുഹിബ്ബുൽ അഫ്വാ, അർത്ഥം പറ. നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നോനാണ്. പിന്നെ പ്രാർത്ഥനയാണ്. പറ ഫഅഫു അന്നി. ഇത് 3 കൂടി കൂട്ടി വെച്ചാലില്ലേ അക്ഷരം തെറ്റിപ്പോവുകയാണ്. പറഞ്ഞേ, സ്പീഡിൽ പറഞ്ഞേ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വാ നക ഒന്നും തിരിയില്ല. ഒന്നും വെച്ച് പറഞ്ഞേ. പറ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വാ, പിന്നെ ഫഅഫു അന്നി. ഇതിങ്ങനെ എത്ര ഈ 10 ദിവസം, ഇനിയുള്ള 5 ദിവസം പോരാ. അതിൻ്റെ കൂടെ ഇസ്തിഗ്ഫാറും ഒന്നും മാത്രാക്കണ്ട. അസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇതിങ്ങനെ ചൊല്ലുമ്പോഴല്ലേ
അല്ലാഹു അഫറഹു ബിതൗബതി അബ്ദിഹി. അടിമയുടെ തൗബ കൊണ്ട് അല്ലാഹ്ക്ക് പെരുത്ത് സന്തോഷമാണെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളിതിങ്ങനെ ചൊല്ലുമ്പല്ലേ അല്ലാഹ്ക്ക് നമ്മളോട് പെരുന്നാളിന്റെ പുലരിയിൽ നമുക്ക് ആ സന്തോഷം, അല്ലാഹ്ക്ക് സന്തോഷമുണ്ട്. അല്ലാഹ്നെ എപ്പോഴും സന്തോഷിപ്പിക്കണോ എൻ്റെ നല്ലവരായ മുഅ്മിനീങ്ങളെ? അല്ലാഹ്നെ എപ്പോഴും സന്തോഷിപ്പിക്കണോ? നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. ചൊല്ല് അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഒന്ന് അല്ലാഹ്നെ സന്തോഷിപ്പിക്കുക, രണ്ട് ഉള്ളു ശുദ്ധിയാകുക, മൂന്ന് എല്ലാ പ്രതിസന്ധികളും നീങ്ങിക്കിട്ടുക, സ്വർഗീയമായ അനുഭൂതി സ്വന്തം പുരയില്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എത്രയോ കൊല്ലായി ഭാര്യ എന്നെ വേണ്ട പോലെ ഉൾക്കൊള്ളുന്നില്ല, അയാൾക്ക് മരുന്നായിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനം അസ്തഗ്ഫിറുല്ലാഹൽ അസീം. കുറേ ദിവസം കഴിഞ്ഞ് മെല്ലെ വരുന്നുണ്ട് അയാൾ ചിരിച്ചോണ്ടും. എന്തോന്നറിയില്ല ഉസ്താദേ, ഇപ്പൊ ഭാര്യയ്ക്ക് എന്നോട് വല്ലാത്തൊരു പരിഗണന. ചൊടിച്ചു മുറിച്ചിട്ട് പോയി ഭർത്താവ്. ഭാര്യ വീട്ടിലായിരുന്നു താമസം, ഭർത്താവിനെ കാണുന്നില്ല, മാസങ്ങളായി ഫോൺ വിളിക്കുക പോലും ചെയ്യുന്നില്ല. ഭാര്യയോട് പറഞ്ഞു ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ. ദിവസങ്ങൾ കഴിഞ്ഞാൽ കേൾക്കാൻ കഴിയും, ഭർത്താവ് ഫോൺ വിളിച്ചു, പൊരുത്തപ്പെട്ടു, ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഭർത്താവ് വരുമെന്ന്. എല്ലാ പിരിമുറുക്കങ്ങളും ഒഴിയാൻ മഹാനായ സയ്യിദുനാ ഹസനുൽ ബസ്രി തങ്ങൾ പറയും. താബഈ പ്രമുഖനായ സയ്യിദുനാ ഹസനുൽ ബസ്രി തങ്ങൾ ഈത്തപ്പഴത്തോട്ടം വല്ലാതെ ഉണങ്ങിപ്പോകുന്നു, തീരെ ഈത്തപ്പഴങ്ങൾ ഉണ്ടാകുന്നില്ല, കൃഷി സംബന്ധമായ സങ്കടങ്ങൾ പോയിട്ട് താബഈ പ്രമുഖനായ ഹസനുൽ ബസ്രി തങ്ങളോട് പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞു കൊടുക്കാറ് അസ്തഗ്ഫിറുല്ലാഹൽ അസീം ചൊല്ലാനാണ്. രോഗപീഠകൾ പ്രയാസപ്പെടുത്തുന്നൊരു മനുഷ്യൻ ഹസനുൽ ബസ്രി തങ്ങളുടെ അടുക്കൽ പോയിട്ട് പ്രയാസം പറഞ്ഞാൽ രോഗം മാറാനായിട്ട് നിർദ്ദേശിക്കാറ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനാണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ തന്നെ കാണാൻ കഴിയും, ഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. മഴ കിട്ടാൻ വരെ യസിദുക്കും ഖുവ്വത്തെന്ന് വേറെ സ്ഥലത്ത് കാണാൻ കഴിയും, ആരോഗ്യം കൂടുമെന്ന്. യുമത്തിയക്കും മത്താൻ ഹസനെന്ന് വേറെ സ്ഥലത്ത് കാണാൻ കഴിയും, സുഖകരമായ ജീവിതം ഉണ്ടാകുമെന്ന്. നമ്മളെല്ലാം കൂടി ശരിക്കും പറഞ്ഞാൽ ദുനിയാവിൽ നമ്മൾക്ക് ഓരോരുത്തർക്കുള്ള ആവലാതി വേവലാതി വേജാറു ഒഴിഞ്ഞു കിട്ടാനുള്ള ഏറ്റവും നല്ല പണി ഉള്ളു ശുദ്ധിയാക്കുക. ഇവിടുത്തെ ഹിന്ദുക്കൾ നമ്മളോട് ചിരിക്കാൻ, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ നമ്മളെ ഉൾക്കൊള്ളാൻ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഒരു 25-30 കൊല്ലം മുമ്പ് അവരെ സങ്കടങ്ങളിൽ നമ്മൾ പോയിട്ട് ഭാഗവാക്കാകും, അവരെ കല്യാണങ്ങളിൽ, അവരെ മരണ വീടുകളിൽ, അവരെ സന്തോഷങ്ങളിൽ. ഇന്ന് നമുക്ക് തന്നെ ഇപ്പോൾ സ്വന്തം ഓളോട് ചിരിക്കാത്ത എത്ര ഭർത്താക്കളാ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. ഞാൻ ഇപ്പോൾ സ്റ്റേജിൽ നിന്ന് കലമ്പിയില്ലേ, മൊബൈൽ നോക്കുകയാണെന്ന്, ഇത് സ്വന്തം പാലിൻ്റെ അടുത്ത് നിന്നിട്ട് ഇതന്നെ വളരെ കിടക്കുകയാണ്, പൊരിച്ച മീനിൻ്റെ അടുത്ത് പൂച്ച എന്ന മാതിരി. ഇവനിത് നോക്കി 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 ഓൾ ഉറങ്ങിപ്പോയി, ഇവൻ മൊബൈൽ ഓഫാക്കിയിട്ട് ഇവൻ ഇപ്പുറത്ത് ഉറങ്ങി. സ്വന്തം ഓളോട് ചിരിക്കാത്ത ഭർത്താക്കൾ എണ്ണം. ഒരു സീരിയസ് വിഷയം ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ മൊബൈലിൽ ഇങ്ങനെ കുറേ നേരം നോക്കി അങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ സ്വന്തം ഓളോട് പുതിയ കുട്ടികളുണ്ടാവും, 5 10 അത് വേറെ വിഷയം. തമാശ പറയല്ലേ, ഞാനിങ്ങനെ ക്ലാസ്സിന് പോകുന്നില്ലേ, തൊട്ട് കുറച്ച് മുമ്പ് ഒരു സ്ഥലത്ത് ക്ലാസ്സിന് പോയപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ചായ കൊടുക്കാനൊക്കെ ഒരു പെണ്ണുണ്ടായിരുന്നു. പിറ്റേ കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്കൊരു ഫോൺ, അത് കാഞ്ഞങ്ങാടിന് അടുത്തോട്ടോ സ്ഥലം, പറയലും മോശമല്ലേ, ദേഷ്യം പിടിച്ച പേരും പറയും, ഈ പറയുന്നില്ല, ആൾക്കാർ പറഞ്ഞില്ല. അപ്പോൾ അവിടെ നിന്നൊരു പെണ്ണിൻ്റെ ഫോൺ, ഉസ്താദിൻ്റെ ക്ലാസ്സിൽ വളണ്ടിയറായിട്ടുണ്ടായ പെണ്ണാ ഞാൻ. എന്താ മോളെ, അത് എൻ്റെ ഭർത്താവ് എന്നോട് തീരെ സംസാരിക്കലില്ല. എനിക്കാണെങ്കിൽ ഒരു പെണ്ണിനോട് സ്വകാര്യതക്കപ്പുറം ഒരു പരിധിക്കപ്പുറം ചോദിക്കാം. ഞാൻ ചോദിച്ചു, എന്താ മോളെ സംസാരം തീരെയില്ലേ? പൊട്ടനല്ല ഉസ്താദല്ലേ പറയും പോലെ പറയും. അപ്പം ഇങ്ങനെ റെഡിമെയ്ഡ് ഭാഷയല്ലേ, ഒരു ഇവിടെ ഇരിക്കൂ, SI ഭാഷ, ഈ രീതിയിൽ ഒരു അച്ചടി ഭാഷയിൽ കുറച്ച് മിണ്ടും പോലും കൊഞ്ചിക്കുഴയലില്ല. ഇതില്ല, പുതിയ കാലത്ത് ഒരുപാട് ആക്കില്ല. ചില പെണ്ണുങ്ങൾക്ക് ഭർത്താക്കളോടുമില്ല. അതാ ഞാൻ പറഞ്ഞേ, സ്വന്തം ഓളോട് ചിരിക്കാത്തവൻ നാട്ടിലെ കുഞ്ഞിരാമനോട് ചിരിക്കുവോ? ഒന്ന് ശരിക്കും നോക്ക്. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുക, എന്തോ ഇങ്ങനെ ഉണ്ടാവും, ആരോടും ചിരിക്കൂല. ഓൻ്റെ മുഖത്ത് നോക്കിയിട്ടല്ലേ പലർക്കും അറ്റാക്ക് വരുന്നേ. ഒരു പ്രസന്നമായ മുഖത്തോടെ നമ്മൾ വല്ല പാൽനിലാവ്, നമുക്ക് ശംസുല്ലമ്മയുടെ മുഖം ഓർമ്മല്ലേ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മുഖം ഓർമ്മല്ലേ, കാഞ്ഞങ്ങാട്ട കാളിയായിരുന്ന മർഹൂം പി ഉസ്താദിന്റെ മുഖം ഓർമ്മല്ലേ.
പ്രസന്നമായ, പാൽനിലാവ് തോറ്റുപോകുന്ന പ്രശാന്തമായ, ആരും നോക്കി നിന്ന് പോകുന്ന ചന്തമുള്ള, ചാരുതയുള്ള, ചേരുള്ള, അഴകുള്ള, ലാവണ്യമുള്ള, ഭംഗിയുള്ള, ആകർഷണീയതയുള്ള, അല്ലേ? നോക്കിയാൽ മതി. അവരുടെ ഫോട്ടോ ഇടണ്ടോ? അവർക്കൊക്കെ നമ്മൾ ചെയ്യുന്ന ഈ എന്താ പറയാ, ഗോൾഡൻ ബ്ലീച്ചോ സിൽവർ ബ്ലീച്ചോ, നമ്മളില്ലേ ചിലപ്പോഴൊക്കെ വിദേശത്തു നിന്നൊക്കെ വരുമ്പോൾ ഭാര്യയും കുട്ടികളും കണ്ടിട്ടൊന്ന് കുട്ടപ്പനാന്ന് കരുതിട്ട് ഇതൊന്ന് ബാർബർ ഷാപ്പിൽ പോയിട്ട് ചെയ്യുന്ന ഒരു പണിന്റെ പേരാണ് സിൽവർ ബ്ലീച്ച്. നമ്മുടെ നാട്ടിലെ വയസ്സന്മാർക്ക് അറിയില്ല. സിൽവർ ബ്ലീച്ച്, ഗോൾഡൻ ബ്ലീച്ച് ഒക്കെ ചെയ്തിട്ടാണ് വരിക. ഈ പുരികൊക്കെ ഒന്ന് ഞെറുക്കി ഒന്ന് മനോഹരാക്കിയിട്ട്. ഇതൊക്കെ മഹാന്മാർക്കുണ്ടോ? എന്താണെന്നറിയോ? ഇതാണ് വിഷയം. അവരെ ഉള്ളു പ്രകാശിച്ചു നിന്നു. ഈ പ്രകാശിക്കുന്ന ഉള്ളിലേക്ക് ഇവിടുത്തെ അറിയില്ലേ, പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെ നോക്കി ഈയാമ്പാറ്റകൾ സഞ്ചരിക്കും പോലെ, പ്രകാശിക്കുന്ന ബൾബുകളിലേക്ക് ഈയാമ്പാറ്റകൾ വരാറുള്ള പോലെ പ്രകാശിക്കുന്ന കറുത്ത മുഖമുണ്ടാവും. ചെറുവത്തൂർ അബ്ദുള്ള മുസ്ലിയാർ അറിയാലോ, അള്ളാഹു ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ. സജപ്പ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെട്ട, ഖബർ മാറ്റിയിട്ട് ഓരോ ഖബറിൽ വെച്ച മഹാൻ, കറുത്ത മഹാനാണ്. നോക്കി നിന്ന് പോകും, ആ പ്രകാശമുള്ള മുഖത്തേക്ക് നോക്കി നിന്ന് പോകും. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ബാക്കിയാത്ത് സ്വാലിഹിൻ ബിരുദെടുത്ത് ബഗദാദിൽ പോയി താമസിച്ച് പൊതുവിശ്വാസിയായിരുന്നു. കറുത്ത മുഖമായിരുന്നു. എന്തൊരു പ്രകാശമായിരുന്നു അറിയോ? കറുത്ത എളുപ്പമൊന്നുമല്ല. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കൾ അറിയാലോ, ഏത് മനുഷ്യനേക്കാൾ ഏറ്റവും ചുരുങ്ങിയതില്ലേ, പുഞ്ചിരിക്കാൻ കഴിയണമെങ്കിൽ ഉള്ളു വൃത്തിയാകണം. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് നീ ചിരിക്കുന്ന പുഞ്ചിരി പുണ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, നല്ല കാര്യത്തിൽ നിന്ന് ഒന്നിനെയും നീ തള്ളിക്കളയല്ലേ. വലവൻ തൽഖാഹാക ബിവജ്ഹിൻ ത്വലിഖിൻ, ചിരിക്കുന്ന മുഖത്തോടെ നീ നിന്റെ സഹോദരനെ കണ്ടുമുട്ടലായാലും. വന്നപ്പം നിന്നെ അസ്റഫിനെ കണ്ടു, ചിരിച്ചുകൊണ്ട് തന്നെ ഓൻ്റെ മധുരമുള്ള സംസാരത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. രണ്ടാമത് മൻസൂർ ഫൈസിയെ കണ്ടു, മൂന്നാമത് ഉസ്താദിനെ കണ്ടു, സന്തോഷത്തോടെ. ഇവരെല്ലാം ഇങ്ങനെ പിന്നെ കുറേ ആൾക്കാരെ കണ്ടു. ഇവിടുത്തെ പ്രസിഡന്റിനെ കണ്ടു, ചീനമാടത്തിനെ കണ്ടു, ഒരുപാട് ആളെ കണ്ടു, ലത്തീഫിനെ കണ്ടു. സന്തോഷത്തോടെ ഓരോരുത്തരും എന്നെ സ്വീകരിച്ചു. അത് കാണുമ്പോൾ സന്തോഷം. ബഹുമാനിക്കണ്ട, അതിന് നമ്മളൊന്നും അറിയാറല്ല. ചിരിച്ചാൽ മതി, പുഞ്ചിരിക്കുക. അതില്ലാതാകില്ല പുതിയ കാലത്ത്. ഞാൻ പറഞ്ഞുതരാം. അസ്സലാമു അലൈക്കും, ഒറ്റ പോക്കാൻ. അസ്സലാമു അലൈക്കും, ഇങ്ങനെ പറയുന്ന മനുഷ്യന്മാരില്ലേ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയേ. ഒരു വഅലൈക്കും അസ്സലാം എന്ന് പറയാൻ സമയമില്ല. ഇങ്ങോട്ട് നോക്കുന്നത് എന്നെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്ക്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാല് സലാം എന്ന് മടക്കുന്ന കുറെ ആളില്ലേന്ന്. സലാം സമയല്ലേ. പിന്നെ ഇവിടുത്തെ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ചിരിക്കുക. ഇവിടുത്തെ എല്ലാവരെയും നമുക്ക് സലാം പറയണ്ട. ഇതര മതസ്ഥരോട് ചിരിച്ചൂടെ? കാരുണ്യത്തിന്റെ, സഹാനുഭാവത്തിന്റെ, മാനവിക മൂല്യങ്ങളുടെ ഒരു ചേർത്ത് പിടിക്കലുണ്ട് എല്ലാരെ. എന്ന വർഗീയത ഉണ്ടാകൂല. നമ്മളൊരിക്കലും നമ്മിലേക്ക് ചുരുങ്ങരുത്. നമ്മൾ അങ്ങനെ ജീവിക്കേണ്ടവരല്ല. നമ്മളിവിടെയുള്ള എല്ലാവരും ഇപ്പോ ഉസ്താദിന്റെ ഒരു പരിഗണന കിട്ടാൻ കാരണം എന്താ? നാട്ടുകാരെ രണ്ട് രീതിയിൽ കാണാതെ ഒരേ കണ്ണുകൊണ്ട് കണ്ടു. ഞാൻ മനസ്സിലാക്കിയ വിഷയം ഇതാണ്. പൈസക്കാരൊന്നും വല്ലാണ്ട് ബഹുമാനിക്കുകയോ പൈസ ഇല്ലാത്തവരൊന്നും അവഗണിക്കുകയോ ചെയ്തില്ല. എല്ലാരെയും ചേർത്ത് പിടിച്ചു. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ എന്നെ ഇവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദിനെ കുറിച്ച് പറയണം. ഉസ്താദ് എന്നോട് ഈ വയത് പറയാൻ പറഞ്ഞിട്ടില്ല, ഉസ്താദിനെ കുറിച്ച് പറയാൻ മാത്രമേ പറഞ്ഞേ. അതാണ് ഒരേ അങ്ങനെ കാണാൻ കഴിയണമെങ്കിൽ അങ്ങനെ ഒരു കൽബുണ്ടാകണം. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, ഞാൻ നിർത്തിയാണ്. ബാക്കിയുള്ള പരിപാടി ഉണ്ടല്ലോ. ലൈസൽ ഗിനാ അൻ കസറത്തിൽ അറളി, കുറേ പൈസ ഉണ്ടാകലല്ല ഐശ്വര്യം. വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സി, ആത്മാവിന്റെ ഐശ്വര്യമാണ് ഐശ്വര്യം. ഇങ്ങോട്ട് ഉള്ളു ക്ലിയർ ആകുക. ഇത് ഒരുത്ത് നല്ല ഫോർച്യൂണർ പോകുന്ന ഓൻ്റെ ഒരു ഫോർച്യൂണർ ഇതിൽ തന്നെ വെച്ചു. ഇന്നോവ പോകുന്ന ഓൻ്റെ ഒരു ഇന്നോവ കട്ടിട്ട പൈസയും കൊണ്ട് വന്നിട്ട് നന്നാകൂലേ? നമ്മൾ മറ്റുള്ളവന്റെ സന്തോഷം കണ്ടില്ലേ? അൽഹംദുലില്ലാഹ് ഓനിക്ക് ഇന്നോവ മേടിച്ചോനിക്ക് എനിക്കൊരു ഫോർച്യൂണർ എനിക്ക് മേടിച്ചെന്നൂടെ പഠിച്ചോനെ? ഒരു ഇന്നോവ കാണുമ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞാലില്ലേ നമുക്കല്ല ഫോർച്യൂണർ തരും, ഉറപ്പാ. ഒരു പെണ്ണുങ്ങൾ കുറെ ആഭരണങ്ങൾ ഇട്ടിട്ട് അതുണ്ടാവും. അത് ചില പെണ്ണുങ്ങൾക്ക് ചില ആണുങ്ങളുണ്ടല്ലോ ഒരു കുലുക്കി നടത്താം, ഉള്ളിലൊന്നും ഉണ്ടാവൂല. അത് കാണുമ്പോൾ ഓളി ഒരു കുലുക്കലും ഒരു മറിക്കലും.
ഈ വാത് ചില ആൾക്കാരുണ്ടല്ലോ ഇങ്ങനത്തെ സദസ്സിൽ ഈ വാത് കേൾക്കൂല, കല്യാണത്തിൽ കൂടിയാ കല്യാണത്തിൽ കൂടൂല. ഇതിങ്ങനെ ഏതെങ്കിലും നോക്കിയിട്ട് ഇങ്ങനെ ജുമയൊക്കെ വന്നാൽ ഉസ്താദ് മെമ്പർ വന്ന് അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ. അപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന മറ്റൊരു റാഡോ ഉണ്ട്, ഒന്നും ഇല്ലേനും ഇപ്പോൾ റാഡോ എല്ലാം കാണുന്നുണ്ട്. ഏടുന്ന കട്ടിട്ടുണ്ടാക്കി അല്ലാഹു അഅലം. മേലെ അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ എന്ന് പറയുമ്പോൾ ഒരു കരച്ചിൽ. ഇവൻ മറ്റൊൻ്റെ റാഡോ നോക്കി കുത്തിരിക്കാൻ ഓൻ്റെ ഒമ്പളാം കട്ടക്കാ പൊട്ടിക്കണ്ടാട്ടി. നമ്മുടെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള കൃമികീടങ്ങൾ, മാലിന്യങ്ങൾ, അരുതായ്മകൾ, വേണ്ടാധീനങ്ങൾ ഒഴിച്ച് ശുദ്ധിയുള്ള എപ്പോഴുമില്ലേ നിങ്ങളറിയുക, ഒരു പൂവ് കാണുമ്പോൾ വിസ്മയം തോന്നുന്ന, ഇഴഞ്ഞു പോകുന്ന പുഴുക്കളെ കണ്ടാൽ അത്ഭുതം തോന്നുന്ന, അലമാലകൾ വീശുന്ന കടൽ കാണുമ്പോൾ അത്ഭുതത്തോടെ നോക്കി നിന്നു പോകുന്ന, ആകാശത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന വെള്ളിമേഘങ്ങളെ കണ്ടാൽ നോക്കി നിൽക്കുന്ന, മനോഹരമായ കാലിച്ചാനൊടുക്കത്തിന്റെ പ്രകൃതി ഭംഗി കാണുമ്പോൾ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിൽ എപ്പോഴും ഭാര്യയെ അനുഭവിക്കുന്ന സെക്സ്വൽ അനുഭവമല്ല കേട്ടോ, അത് വിചാരിച്ചേക്കണ്ട. ഭാര്യയെ എപ്പോഴും അനുഭവിക്കുന്ന, ഭർത്താവിനെ അനുഭവിക്കുന്ന, മക്കളെ അനുഭവിക്കുന്ന, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പം വരെ ഇങ്ങോട്ടൊക്കെ എൻജോയ് ചെയ്തിട്ട് ഇത് എത്ര ജ്യൂസ്, എത്ര മജബൂസും മസബൂത്തും കുഴിമന്തി അടിക്കുന്നുണ്ട്, ഒന്നും കൽപ്പിക്കാറില്ല. ഷോർട്ടായതും കിട്ടാൻ ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടും നീ തരൂല്ലല്ലേ, ഈ പൈസ തരൂല്ലല്ലേ, നിന്റെ അവസാനം കഴിഞ്ഞോട്ടെ എന്നിട്ട് തിന്നാ. ഒരു മജബൂസും ഒരു മസബൂത്തും എന്നെ നോക്ക്, നിങ്ങൾ പഠിച്ച കാലത്ത് നിങ്ങളുടെ വേദ കിട്ടുണ്ടാവില്ല. ഒന്നും ആകൂലേ. പണ്ട് കാലത്ത് എപ്പോഴെങ്കിലും ഒരു 2 മാസോ ഒരു നെയ്ച്ചോറ്, ഒരു പോത്തിറച്ചി കണ്ട് പണ്ട് തേങ്ങ ചരിച്ചിട്ട് അതിപ്പോൾ ഇല്ലല്ലേ പോയിന്, അതിങ്ങനെ ആസ്വദിച്ചിട്ട് തിന്നുമ്പോൾ ചില ആൾ എന്താ കുഞ്ഞാമിൻ്റെ പോത്തിറച്ചി വെച്ചതിന് എന്ത് രുചിയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞാമി ഉള്ളിടത്തോളം ഇത് കിട്ടും. നിനക്കല്ലാതെ 100 ആയുസ് തരട്ടെ മോളെ, സ്വന്തം മോളെയാ പറയുന്നേ. അതിങ്ങനെ തിന്നുമ്പോൾ അത് തിന്ന് കഴിഞ്ഞിട്ട് ഒരു സിഗരറ്റൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞാമിൻ്റെ ആ പോത്തിറച്ചിൻ്റെ ഫലായിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിച്ചിരുന്നല്ലേ അല്ലേ? ഇന്നതുണ്ടോ? ഇന്നിങ്ങനെ ഷോർട്ടായതും കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും ആരോ ചീറ്റ് ചെയ്തതും ഇതെല്ലാം ഇങ്ങനെ ചിന്തിച്ചിട്ട് ആകെല്ലാം കൂടി വേജാറായ കൽപ്പോടെ എന്ത് തീറ്റി എന്ത് കുടി. ഞാൻ പറയലുണ്ട്, ഒരു 10-30 കൊല്ലായിട്ട് നല്ല സംയോഗം വരെ ഇല്ല. നിങ്ങൾ അങ്ങോട്ട് പോകുന്ന എന്നെ നോക്കാത്ത ഒരു 10-30 കൊല്ലായിട്ട് ഈ അന്തസംഘർഷങ്ങൾ വർദ്ധിച്ച കാലത്ത് ഒരു നല്ല സംയോഗം വരെ പുതിയ കാലത്തില്ല. ഒറ്റ പരിഹാരമേ ഉള്ളൂ എന്ന് നിർത്തിയാണ്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ പറ. അല്ലാഹുമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ ഞാൻ ഓതിയ വശംസി വദുഹാഹാ എന്ന ആയത്തിലെ ഫലഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ എന്ന ആയത്തെത്തിയത് മുതൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ വർദ്ധിപ്പിച്ച ദുആ ആണ്, ഉള്ളു ശുദ്ധിയാകാനുള്ള ദുആ. പറ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അതിൻ്റെ അറബിയും അതിൻ്റെ അർത്ഥവും ഏതെങ്കിലും ഉസ്താദന്മാരോട് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് എഴുതി തരും. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സന്തോഷത്തിലാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ഈ ഒരുമയും നിങ്ങളുടെ ഈ സ്നേഹവും എന്നെ അസൂയപ്പെടുത്തുകയാണ്. ഉസ്താദോടുള്ള ഈ ആദരവ് എന്നും ഇൻഷാ അല്ലാഹ് നിലനിർത്തണം. ഒരുപാട് കാലത്തെ നിങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ പിഴവുകൾ സ്വാഭാവികമാണ്. നിങ്ങൾ അങ്ങോട്ടും അദ്ദേഹം ഇങ്ങോട്ടുമൊക്കെ മനുഷ്യരല്ലേ, പൊരുത്തപ്പെട്ട് കൊടുത്ത് ഒരുപാട് കാലം. നാളെ ആഖിറത്തിൽ ഇതൊന്നും ഒരു ബന്ധം, ഒരു മോമിനിങ്ങളുടെ ബന്ധമില്ലേ, മുറിഞ്ഞു പോകൂല. ഉഖ്റവിയായ ബന്ധമാണ് നമ്മുടെ എല്ലാ ബന്ധവും. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം, നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, നമ്മുടെ ഉസ്താദന്മാരോടൊപ്പം പോകാനുള്ള തൗഫീഖ് ആയിരിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമുക്കൊക്കെ അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തിയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ